എന്റെ മോനെ ശാന്തേ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതന്നെയാണല്ലോടെ അവസ്ഥ. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ ശാന്തേ ശാന്തേ എന്നൊന്നും വിളിക്കരുതെന്ന്. എനിക്കൊരു പേരുണ്ട്, ശ്രീശാന്ത്, അങ്ങനെ വിളിച്ചാൽ മതി. ഇതിപ്പോ പേരല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. എന്റെ പൊന്ന് ശാന്തേ, അതൊന്ന് കിട്ടിയോന്ന് നോക്കടാ. അടിച്ചു മോനെ, ടിക്കറ്റ് കിട്ടി. അപ്പൊ എങ്ങനാ ട്രിപ്പ് നമ്മൾ പൊളിക്കല്ലേ? പിന്നെ അല്ലാതെ നമ്മുടെ എത്ര നാളത്തെ സ്വപ്ന സ്നോഫോൾ എന്ന് പറയുന്ന ഐലൻഡിലേക്കുള്ള പെർമിഷൻ കിട്ടാന്ന് പറയുന്നത്. അങ്ങനെ ഫൈനലി നമുക്ക് പെർമിറ്റ് കിട്ടി. അപ്പോ പാക്ക് അവർ ബാഗ്സ്. എടാ, ഇന്നലെ കൊണ്ടുവന്നേ ആ കാറിന്റെ പണി കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞു. അതിന്റെ പേയ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇതാ. ഹേ, വുഡ് യു ലൈക്ക് ടു ഹാവ് സം കോഫി? ആ, ഓക്കെ. നിനക്ക് ഒന്നും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. നീ വയ്ക്കോ. ചില സമയത്ത് ഇവന്റെ നോട്ടം പെരുമാറ്റമൊക്കെ കണ്ടാ തോന്നൂലോ ഇവൻ മുതലാളി ഞാൻ തൊഴിലാളിയാണെന്ന്. My God. കുറുമ്പത്തി ചുണ്ടരി ചൂളമിടാൻ പോരെ, അകലിലെ പൊൻവെയിലെ താളമിടാൻ കൂടെ, പുതുമണി കണ്ണിനയിൽ കൗതുകത്തിൽ കൂടെ, മനസ്സിൽ വന്നിരുന്നി പൂങ്കുയിലെ പാട്, പെണ്ണലിട്ടൊരുഴലാടി വന്നു തുള്ളികൾ, കാത്തിരുന്ന കൂട്ടുമായി ചാരിയാടിനാ, കൊമ്പനാന വീളയോട് തുമ്പിയായി, അന്തനോടെയുള്ള കൊത്തിലൊന്നുമായി വരാം. കുറുമ്പത്തി ചുണ്ടരി നീ ചൂളമിടാൻ പോരെ, പകലിലെ പൊൻവെയിലെ താളമിടാൻ കൂടെ, പൊന്മണി കണ്ണിണയിൽ കൗതുകത്തിൻ കൂടെ, മനസ്സിൽ വന്നിരുന്നി പൂങ്കുയിലെ പാട്. ആരും ഇനി ഒന്നും പറയണ്ട. നമ്മൾ ഇപ്പൊ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോന്നു, അത്ര തന്നെ. എന്റെ പൊന്നഞ്ചലെ, അന്ന് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോടാ. ഞാൻ പറയുന്ന ഒന്ന് നീ ഇനി ഒന്നും പറയണ്ടെന്ന് പറഞ്ഞല്ലോ. എടാ ശാന്തേ, നിന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നല്ലോ ഒരുത്തൻ. അവനിവിടെ ഏതാണ്ട് വലിയ സാമാനമാണ്, ട്രാവൽ ഏജൻസി ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്തേ? എടാ അവൻ എന്തേന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ അവനെ എത്ര വട്ടം വിളിച്ചെന്നറിയാവോ? അവന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണെന്ന്. എക്സ്ക്യൂസ് മീ. ആ ചേട്ടനോ? വാ. എടാ തിരു, ഈ ചേട്ടന്റെ വണ്ടിയില്ല നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ധ്രു, നീ ഇവിടെ ഇരിക്കേ. ഞാൻ ആ ഫാർമസിയിൽ പോയിട്ട് കുറച്ച് മെഡിസിൻ വാങ്ങിട്ട് വരാം. ഇവിടെ തന്നെ ഇരിക്കണം, എങ്ങോട്ടും പോവരുത്. ഹേ മാൻ, ഒന്ന് നിക്കടോ. എന്നെ മനസ്സിലായോ? നിങ്ങൾ എന്തിനാ എന്റെ ജീവൻ രക്ഷിച്ചേ? നിങ്ങൾ എന്നെ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ ആ ബുള്ളറ്റ് എന്നെ നെഞ്ചിലൊന്ന് തറച്ചേനെ. ഇപ്പൊ ദേ നോക്കിക്കേ, എന്റെ കൈയുടെ അറ്റത്തൊന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നേ ഉള്ളൂ. ഐ ആം ടോട്ടലി ഫൈൻ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്താ നിങ്ങളൊന്നും മിണ്ടാത്ത? എന്നെ മനസ്സിലായില്ലേ?
ഉം, അതോ ചെവി കേൾക്കാത്ത ആളാണോ? സംസാരശേഷി ഇല്ലയോ? മാറി നിൽക്കാൻ. ആ, ഞാൻ മാറി നിക്ക. ഏ, ഇയാള് സംസാരിക്കോ? എടോ എടോ പോവല്ലോ, ഒന്ന് നിക്കടോ. ഞാൻ ഇയാളോട് നന്ദി പറയാൻ വന്നതാ. മുമ്പിന്ന് മാറ്, എനിക്ക് പോകണം. നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഇത്ര ഷോ കാണിക്കുന്നേ? ഞാൻ നിന്നോടൊരു താങ്ക്സ് പറയാനല്ലേ വന്നത്, അല്ലാതെ വേറൊന്നിനല്ലല്ലോ. ഇതിപ്പോ വലിയ ശല്യമായല്ലോ. ആ, ശല്യോ? വാട്ട് ഡു യു മീൻ? നിങ്ങളോടൊക്കെ നന്ദി പറയാൻ വന്ന എന്നെ വേണം പറയാനായിട്ട്. ഷേ, നിങ്ങളെ ഒരു മനുഷ്യനല്ല, മൃഗം. അതേടാ, ഞാനൊരു മൃഗം തന്നെയാ. അതുകൊണ്ട് എനിക്ക് ഒരു മൃഗത്തെ പോലെ പെരുമാറാൻ അറിയത്തുള്ളൂ. വാ, പുകഴ്ത്തി പറയാന്ന് വിചാരിക്കരുത്. ഇത്രയും നല്ല കോഫി ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. അല്ല, എങ്ങനെ നന്നാവാതിരിക്കും? ഞാൻ തന്നെ ഉണ്ടാക്കിയതല്ലേ. ഒറ്റയ്ക്ക് താമസിക്കുമ്പോ നമ്മൾ തന്നെ നമ്മളെ പുകഴ്ത്തണമല്ലോ, വേറെ ആരും ഇല്ലല്ലോ പുകഴ്ത്താൻ. അല്ല, സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിച്ചാൽ എന്താ കുഴപ്പം? എൻ്റെ ഒരു അഭിപ്രായത്തില് സ്ത്രീകൾ കല്യാണം കഴിക്കരുത്. എന്തിനു പുരുഷന്മാർ അടിമയായിട്ട് ജീവിക്കണം? നമ്മൾ സ്വസ്ഥമായിട്ട് ജോലി ചെയ്ത് സമ്പാദിച്ചൊരു വീടെടുത്ത് താമസിക്കാം, അത്ര തന്നെ. ഏത് പണ്ടാര കാലനാണോ ഈ നേരത്ത് കെട്ടിയെടുത്തേക്കുന്നത്? മനുഷ്യനൊന്നും സ്വസ്ഥമായിട്ട് കോഫി കുടിക്കാൻ പോലും സമ്മതിക്കത്തില്ല. ഹായ് ആന്റി. ഗെറ്റ് ഔട്ട്. ആന്റി എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ഒന്നുമില്ലെങ്കിലും ആന്റിയുടെ ബ്രദേഴ്സിന്റെ മക്കളല്ലേ ഞങ്ങള്. അതെനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ പറഞ്ഞത്. ഗെറ്റ് ഔട്ട്. ആന്റി. യോ, എന്റെ പൊന്നുമോനെ, എന്ത് പാടാ നിന്റെ കയ്യില്? യോ, കേറുവാടാ, കേറുവാ. നീ രണ്ടെണ്ണം കാല് കുത്തിയ മുട്ടുകാല് തല്ലി ഞാൻ ഓടിക്കും. ഓ ശല്യം, കേറി പോര്. ധ്രുപദേ, മോനെ എന്തോ പറ്റിയടാ? ആന്റി പേടിക്കാനൊന്നുമില്ല. ഞങ്ങള് വരുന്ന വഴിക്ക് എന്റെ കൈ ഒന്ന് തട്ടി, ഞാൻ മറിഞ്ഞു വീണു. അപ്പം മുറിഞ്ഞതാ. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ ആയി അങ്ങനെ തിരക്കിലായതുകൊണ്ടാ ആന്റിയുടെ മെസ്സേജിന് റിപ്ലൈ തരാതിരുന്നേ. അതിന് ആന്റിക്ക് നല്ല ദേഷ്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഐ എം സോറി ആന്റി. എടാ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മൾ വീഡിയോ കോളിൽ കാണുന്ന പോലെ ഒന്നും അല്ലടാ. നേരിട്ട് കാണുമ്പോ ആന്റി ലുക്ക് സോ യങ്. എന്റെ മോനെ, തുണി ഉടുക്കാത്ത സത്യം. ആന്റിക്ക് എത്ര വയസ്സുണ്ട്? അത് പിന്നെ 40. എന്റെ പൊന്നാന്റി, മറ്റുള്ളവർ ചോദിക്കുമ്പോ ഇങ്ങനൊന്നും പറയല്ലേ. ഒരു 28, അത് മതി. എടാ മക്കളെ, 28 എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവർ വിശ്വസിക്കുവോ? വിശ്വസിക്കൂ ആന്റി, അത് മതി. 28 അതുപോലും പറയുമോന്നാ ഇപ്പോഴത്തെ എന്റെ സംശയം. ഷോ, ഈ പിള്ളേരോട് ഒരു കാര്യം, ഇങ്ങനെയൊക്കെ സത്യമൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയ പിന്നെ എങ്ങനെയാ? നിങ്ങൾ ഇരിക്കേ, ഞാൻ കാപ്പി എടുത്തോണ്ട് വരാം. വെയിറ്റ്, അല്ല നിങ്ങളെന്താ ഈ സമയത്ത് ഇവിടെ? ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. അയ്യോ ആന്റി, ഞങ്ങളെ വഴിയാധാരം ആക്കല്ലേ. ഞങ്ങക്ക് പോകാൻ വേറെ ഒരിടവും ഇല്ല. ഞങ്ങൾ ഇവിടെ വന്ന് പെട്ടുപോയതാ. ആന്റി, ഞങ്ങൾ പറഞ്ഞ ഒന്ന് കേക്ക് പ്ലീസ്. ചരിത്രം വീണ്ടും ആവർത്തിക്കുവാണല്ലോടാ മക്കളെ. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് കല്യാണം ആലോചിച്ചപ്പോൾ ചാടി പോന്നതാ ഇങ്ങോട്ട് ഒറ്റയ്ക്ക്. എന്നിട്ട് ഇവിടെ വന്ന് പെട്ടും പോയി, പിന്നെ തിരിച്ചു പോവാനും പറ്റിയില്ല. നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യം വല്ലതും അറിയാവോ? അല്ല, നിന്റെയൊക്കെ തന്തമാർ അറിഞ്ഞിട്ട് തന്നെയാണോ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയത്? അറിഞ്ഞാ ഞങ്ങളെ വിടത്തില്ലെന്നറിയാം, അതുകൊണ്ട് പറഞ്ഞില്ല. കുറേക്ക് പോവാന്നും പറഞ്ഞ ആന്റി വന്നത്. പക്ഷെ ഇങ്ങനൊരു ചതിയില് ഞങ്ങൾ വന്ന് പെടുവെന്ന് വിചാരിച്ചില്ല. മറ്റേവൻ എന്നെ പറ്റിച്ച്. അവനേതാണ്ട് വലിയ ട്രാവൽ ഏജൻസിയാണ്, കോപ്പാണെന്ന് പറഞ്ഞിട്ട് അവൻ ഞങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ച്. പക്ഷെ അവനെ പിന്നെ മഷിയിട്ട് നോക്കിയിട്ട് കാണാനുമില്ല, ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആന്റിയുടെ അടുത്ത് വന്നത്. ആന്റി, ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അധികാരത്തിനും പണത്തിനും വേണ്ടി മനുഷ്യജീവൻ എടുക്കുന്ന നരഭോജികളുടെ നാടായത്. ഇവിടെ വന്ന ചേക്കേറി കഴിഞ്ഞാ തിരിച്ചു പോക്ക് അത്ര എളുപ്പമൊന്നുമല്ല. ഞാനും ഇവിടെ ഒന്ന് പെട്ടുപോയതാടാ. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. ആർക്ക് വേണേലും സ്നോഫോളിലേക്ക് വരാം, കാണാം, തിരിച്ചു പോവാം.
പക്ഷെ ഞാൻ വന്നതിന് ശേഷം ഇവിടെ അധികാരത്തിന് വേണ്ടി ഒരുപാട് വഴക്കും വക്കടും ഒക്കെ നടന്ന് അതെല്ലാം കണ്ടു അനുഭവിച്ചും കടന്നു വന്നവളാ ഞാനിവിടെ പെട്ടുപോയത് ശരിക്കും. അല്ലാതെ ഇവിടെ ഇഷ്ടപ്പെട്ട് ഞാൻ ജീവിച്ചതൊന്നുമല്ല. പിന്നെ ഇപ്പൊ ഞാൻ ഇതോട്ടൊക്കെ അഡ്ജസ്റ്റ് ആയി പോയി. എനിക്ക് എന്റെ വീട്ടുകാരെ കാണാൻ പറ്റത്തില്ല, തിരിച്ചു വരാൻ പറ്റത്തില്ല. എന്തിന്, സ്വന്തം അപ്പനും അമ്മയും മരിച്ചപ്പോ പോലും എനിക്ക് അവരെ ഒരു നോക്ക് കാണാൻ പറ്റിയിട്ടില്ല. ആ ഇടത്താ നിങ്ങളിപ്പോ വന്ന് പെട്ടേക്കുന്നത്. ഇപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടാ ഇവിടെ ടൂറിസ്റ്റുകളെ അനുവദിച്ചു തുടങ്ങിയത്. അങ്ങനെ അവിടെ ആൾക്കാർ വന്ന് 10 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോണം. നീയൊക്കെ അതും ഈ സമയത്ത് തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ലോടാ. ഇവിടെ അധികാര കൈമാറ്റത്തിന്റെ സമയത്ത് കൊല്ലും കൊലവിളിയൊക്കെ നടത്തുമെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ പിന്നെ എന്തിനാ ടൂറിസ്റ്റുകളെ ഇവിടെ അലോ ചെയ്യുന്നത്? ഇവിടേക്ക് വരാൻ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തുമാത്രം പൈസ പൊട്ടി അത് ആലോചിച്ചാൽ മനസ്സിലാവും. പണത്തിന് വേണ്ടി തന്നെ. കഴിഞ്ഞ 2 വർഷം തൊട്ടാ ഇവിടെ ഈ സമയത്ത് ടൂറിസ്റ്റുകളെ അനുവദിച്ചു തുടങ്ങിയത്. ടൂറിസ്റ്റുകളെ ഇന്ന് കുറെ പണം പിടിക്കാമല്ലോ. എടാ, ഞാൻ അല്പം ബിസിയാ. നീ ആ ഡോറും തുറന്നേ, ആരാന്ന് നോക്കിക്കേ. എന്നാ കാറിന്റെ കീ. ആരടാ മോനെ വന്നത്? ആ, മിത്സുകിയോ? നീയായിരുന്നോ? മിത്സുകി? കാറിന്റെ പണി കഴിഞ്ഞു. കീ ഞാൻ കൊടുത്തിട്ടുണ്ട്. ശരി. ആ ശരിയടാ, ഞാനും കൂടി ചെല്ലട്ടെ. അടുപ്പത്ത് കറിയിരിക്കോ? അതെ, ഇന്നലെ ഞാൻ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഐ എം സോറി. അതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കാറില്ല. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? നമ്മൾ തമ്മിൽ ഇന്നലെ അങ്ങോട്ട് കണ്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. എന്നിട്ട് പോലും നീ എന്നോട് ഹാഷായിട്ട് സംസാരിക്കുന്നേ. എന്താ നിന്റെ പ്രശ്നം? പനിനീർ ചെടിയിലെ മൃദുവായ പുഷ്പമാണ് നീ. ഞാൻ അതിലെ വെറും ഒരു മുള്ളും. അതാണ് എന്റെ പ്രശ്നം. സ്റ്റേ അവേ ഫ്രം മീ. എന്നാലും അവൻ എന്തായിരിക്കും ഉദ്ദേശിച്ചേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നടക്കില്ല. ഇന്ദ്രുവിന്റെ കൂടെ ഞാനാ കിടക്കുന്നെ. ആഹാ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. എനിക്ക് ധ്രുവിനെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ. അച്ചടാ, കുടുവാവിക്ക് ധ്രുവിനെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ ഉറക്കം വരുള്ളൂ. ശാന്തേ, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ട് എന്നെ കുടുവാവേന്ന് വിളിക്കരുതെന്ന്. നിന്നെ ഞാൻ കാണിച്ചു തരാടാ പന്നി. ഓ, അത് ശരി. അപ്പൊ കാണിക്കാൻ വേണ്ടിട്ടാണല്ലേ നീ പാന്റിന്റെ സിബ് തുറന്നിട്ടേക്കുന്നേ? അയ്യേ വൃത്തികെട്ടവൻ. ഇത് നീ പൊത്തിപ്പിടിക്കൊന്നും വേണ്ട. ഇത് ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. അയ്യേ മ്ലേച്ഛകരം ധ്രുവ്, ഇവന്റെ കൂടെ നമ്മളങ്ങനെ കിടന്നോണ്ടല്ലോ പിടച്ചു പോവും. ഞാൻ അടുക്കും, എന്റെ അപ്പുറം ഇപ്പുറം നിങ്ങൾ രണ്ടുപേരും കിടക്കും. എന്നും ഇത് തന്നെയാണല്ലോ. പിന്നെ എന്തിനാ ഇന്നത്ര ഡ്രാമ? ഇതൊക്കെ ഒരു രസമല്ലേ അശേ? എന്റെ ശാന്തേ, ഹാ പോയി നിന്റെ പെണ്ണുമ്പിള്ള പിടിയടാ. അയ്യോ 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 അയ്യേ അയ്യോ. എടാ അഞ്ചലെ, നമുക്ക് മാത്രമേ കുഴപ്പം പറ്റുള്ളൂടാ.
വേണ്ടേ അവൻ പയർ പോലെ നടക്കുന്നുണ്ടില്ലേ, അവന് യാതൊരു വിധ കുഴപ്പമില്ല. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ, എനിക്ക് തീരെ വയ്യ. ഇത്രയും വലിയ വയറിളക്കം എന്റെ ജീവിതത്തിൽ എനിക്ക് വന്നിട്ടില്ല. ഇനി ഒരു വെട്ടവും കൂടെ ബാത്റൂം പോയുള്ള ആവത് എനിക്കില്ലടാ. ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ പോവും. അതൊക്കെ ഇന്നലെ വാരി വലിച്ച് തിന്നുമ്പോ ആലോചിക്കണായിരുന്നു. പിന്നെ നിന്നോടൊക്കെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ മുറി കേടാക്കാൻ പറ്റത്തില്ല. വല്ല കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ ടോയ്ലറ്റിലോട്ടങ്ങ് പൊയ്ക്കോണം. നീ പോണം നാറി, നിനക്ക് ഇതിലും വലുതൊരു പട്ടി. എനിക്ക് പറ്റില്ല. എടാ, മാഗി ആന്റി എനിക്ക് കുറെ സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളതാ. ആന്റി ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ എങ്ങനെയാടാ ഞാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്? മിത്സുകി പ്ലീസ് ഡാ, മാഗി ആന്റിയുടെ ബ്രദറിന്റെ മോനെ ആർട്ട് ഗാലറി വരെ ഒന്ന് കൊണ്ടുപോകണം. പിന്നെ ആ ഫെസ്റ്റ് കൂടി ഒന്നുകൊണ്ട് കാണിക്കണം. അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ ഈ സ്നോഫോള് കാണാൻ വന്നതാ പിള്ളേര്. ഇവിടുത്തെ സിറ്റിസൺസിനല്ലേ ഇവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് അവര് നമ്മുടെ ഹെൽപ്പ് ചോദിച്ചത്. എനിക്ക് പറ്റില്ല, അത്ര തന്നെ. ഇന്നെനിക്ക് അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുള്ളതുകൊണ്ടാണ് ഞാൻ നിന്റെ ഹെൽപ്പ് ചോദിച്ചത്. അല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോയാൽ അവനെ. എനിക്കിന്ന് അത്യാവശ്യമായിട്ട് ഓർഫനേജിൽ ചെന്നേ പറ്റൂ. ഒരു കുഞ്ഞെന്നുള്ളത് എന്റെ വലിയൊരു സ്വപ്നമാ. ഞാനൊരു ആണായതുകൊണ്ട് എനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ല. എന്നാലും ഒരു കുഞ്ഞിനെ ലാളിക്കാൻ കൊതിക്കുന്ന ഒരു മനസ്സുണ്ട് എനിക്ക്. എടാ, ഇപ്പൊ പോയവനുണ്ടല്ലോ എന്റെ ചെക്കൻ, അവൻ നിന്നെ ഒരനിയനെ പോലെ മാത്രമല്ല സ്വന്തം മോനായിട്ട് കൂടിയാ കണ്ടിട്ടുള്ളത്. ആ മനസ്സ് നീ കാണാതെ പോവരുത്. ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ശരി, ഞാൻ പോവാം. ഞാൻ പോകുന്നില്ല ആന്റി. അവന്മാര് ഈ അവസ്ഥയിലായിരിക്കുമ്പോ ഞാനെങ്ങനാ? എടാ മോനെ, നീ ഇവിടേക്ക് വന്നത് തന്നെ ഈ ആർട്ട് ഫെസ്റ്റിവൽ കാണാനാണെന്ന് എനിക്കറിയാം. അവന്മാരെ ഞാൻ നോക്കിക്കൊള്ളാടാ, നീ പൊയ്ക്കോ. അവന്മാരെ നോക്കണ്ടോണ്ടാ, അല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോയേനെ. ആ ദേ അവൻ വന്ന്, നീ പൊയ്ക്കോ. ആന്റി, ആന്റി ചെല്ല്, ദേ അവന്മാരെ വിളി തുടങ്ങി. പാവം ചക്രശ്വാസം വലിക്കുക രണ്ടും. ചിന്നേട്ടൻ വരുമെന്നല്ലേ പറഞ്ഞേ? ഇതിപ്പോ ഈ കാട്ടുനോക്കാനാണോ വന്നേ? ഈ കാട്ടുമാക്കാന്റെ ക്ഷമ പരീക്ഷിക്കാതെ കേറാൻ നോക്ക്. ഇയാൾ ഇതും കേട്ടോ? രാക്ഷസൻ എന്നെ പ്രാഗി കഴിഞ്ഞെങ്കിൽ പോകാരുന്ന്. അതെ, ഈ വണ്ടിയില് പാട്ടും കുത്തുന്നില്ലേ? ഇത് വല്ലാത്ത ശ്മശാന മൂകതയാണല്ലോ. അതൊക്കെ ഞങ്ങളുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്. എന്റെ പൊന്നേ, എന്നാ അടിപൊളി പാട്ടായിടുന്നേ. ദേഹത്തെ രോമൊക്കെ എഴുന്നേറ്റ് എന്ന് തുള്ളു. ഒന്ന് നിർത്തുന്നുണ്ടോ? ഹലോ, നിർത്തണോ വേണ്ടായത് ഞാൻ തീരുമാനിക്കും. ബിക്കോസ് ടുഡേ ഐ ആം യുവർ ബോസ് ആൻഡ് യു ആർ മൈ ഡ്രൈവർ. അതുകൊണ്ട് ഞാൻ പറയുന്ന നീ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അല്ലെ നിന്നെ ഞാൻ വല്ല കുറ്റിക്കാട്ടിലും കൊണ്ട് കളയും. എന്നിട്ട് അവിടുത്തെ ഏതെങ്കിലും മൃഗം വന്ന് നിന്നെ വലിച്ച് കീറി ചോര കുടിച്ച് ചവച്ച് തുപ്പിയിടും. ഐ എം ധ്രുപദ്, ഐ എം എ ഗുഡ് ബോയ്. ഞാൻ അടങ്ങിയിരുന്നോളാം, എന്നൊന്നും ചെയ്യല്ലേ. ശാന്തേ, ഞാൻ ചത്തോടാ? ഇല്ലടാ, ഞാൻ ചത്തോ? ഇല്ല മോനെ, നിനക്കിനി ഒന്നും കൂടെ ബാത്റൂം പോള ഭാഗ്യമുണ്ട്. ഓടാ പട്ടി. അയ്യോ, പറയാൻ പറ്റുന്ന വാക്കൊന്നും പറയാതടാ. ബാത്റൂം ഇപ്പൊ എനിക്കൊരു പേടി സ്വപ്നമാ. ശാന്തേ, എന്താടാ? അന്ന് ധ്രുപദിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തോണ്ട് വന്നപ്പോ ജിന്നേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? അതങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? നിങ്ങളിവിടെ വന്ന് പെട്ടുപോയതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതിപ്പോ ഇവിടെ അധികാര കൈമാറ്റത്തിന്റെ സമയമോ, അതായത് നിങ്ങളുടെ നാട്ടിൽ ഇലക്ഷൻ ഒക്കെ നടക്കുന്ന പോലെ. ഇവിടെ വർഷങ്ങളായിട്ട് ഭരിക്കുന്ന കിം ഡൈനാസ്റ്റിയ ശരിക്കും ഒരു ഏകാധിപത്യം. ഈ കിമ്മിന്റെ ഗ്രൂപ്പാണ് മേജർ ഗ്രൂപ്പ്. കിമ്മിനൊരു മോനുണ്ട്, അദ്ദേഹത്തിന് അത് മൈനർ ഗ്രൂപ്പ്. അധികാര കൈമാറ്റം നടക്കുന്ന സമയത്ത് മേജർ ഗ്രൂപ്പും മൈനർ ഗ്രൂപ്പും തമ്മിൽ വലിയ വഴക്ക് നടക്കും. ഇനിയിപ്പോ അതിന്റെ പേരിൽ ആരെയോ കൊല്ലാൻ അയച്ചതാ. അത് വന്ന് കൊണ്ടത് ഇവന്റെ കയ്യില്. അല്ല, ഈ കിമ്മിന്റെ മോൻ എന്തിനാ അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നേ? സ്വന്തം അച്ഛനല്ലേ? അച്ഛനാണ് പോലും അച്ഛൻ. അയാൾ ഒരു നല്ല അച്ഛനുമല്ല, ഭരണാധികാരിയുമല്ല, നരഭോജിയ. അതുകൊണ്ട് അയാളുടെ മോൻ പോലും അയാൾക്കെതിരെ നിൽക്കുന്നേ. കിമ്മ് ഭരിച്ച് നശിപ്പിച്ച നാടായത്. ഈ വർഷമെങ്കിലും കിമ്മിന് ഭരണാധികാരം കിട്ടല്ലേ എന്ന ഞങ്ങളുടെ പ്രാർത്ഥന. കിമ്മിന്റെ മോൻ എങ്ങനെ ആള്? നല്ല മനുഷ്യനാണോ? ഇവിടെ നല്ലത് ചീത്ത എന്നൊന്നും ഇല്ല. ചെറിയ തിന്മയും വലിയ തിന്മയാണ്. ഇതിപ്പോ ലൂസിഫറിലെ ലാലേട്ടൻ പറഞ്ഞതുപോലെ ആയല്ലോ. അപ്പോ ഇനി ഇവിടെ ഞങ്ങള് 45 ഡേയ്സ് നിക്കണമെന്നാണോ? എക്സാക്ട്ലി. അല്ല, ഇത്രയും നേരമായിട്ടും നമ്മൾ പേരൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ പേര് ഗുരു.
കുരു എന്ത് പേരാ ഇത്? നീയൊക്കെ കിടന്ന് ചിരിക്കൊന്നും വേണ്ട. നിങ്ങളുടെ നാട്ടിലെ പേര് കേട്ടാലും ഞങ്ങൾ ഇതുപോലെ ചിരിക്കും. എടാ കുറുവും കുരുവും ഒന്നും അല്ല, ഗുരു ജിൻ. ഒരു കാര്യം ചെയ്യും, നീക്ക് എന്നെ ജിന്നെന്ന് വിളിച്ചാൽ മതി. അങ്ങനെ വഴിക്ക് വാ. അപ്പൊ ജിന്നേട്ടാ, ഞങ്ങളുടെ നാട്ടില് സംസാരിക്കുന്ന പോലെ ഇവിടെ മലയാളമാണല്ലോ സംസാരിക്കുന്നേ. അതും ഒരു കഥയാടാ. പണ്ട് ഈ ലോകത്ത് വലിയൊരു യുദ്ധം നടന്നപ്പം പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ മൈഗ്രേറ്റ് ചെയ്ത് വന്ന് താമസിച്ച സ്ഥലമാണ് ഈ സ്നോഫോൾ എന്ന് പറയുന്ന ഐലൻഡ്. അപ്പൊ പല പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്കൊക്കെ പല ലാംഗ്വേജ് അറിയുന്നത്. കമ്മ്യൂണിക്കേഷൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് ഇവിടുത്തെ സ്കൂളുകളിൽ ലാംഗ്വേജ് പ്രയോറിറ്റൈസ് ചെയ്തു തുടങ്ങി. ബേസിക് ആയിട്ടുള്ള മാത്സും സയൻസും പഠിപ്പിക്കുമെങ്കിലും കൂടുതൽ ഇവിടെ പഠിപ്പിക്കുന്ന ലാംഗ്വേജസാ. ഒരാൾക്ക് തന്നെ 5ഉം 6ഉം ലാംഗ്വേജ് അറിയാം. എനിക്ക് തന്നെ 10 ലാംഗ്വേജ് അറിയാം. അതുപോലെ തന്നെ ഇവിടെ സെയിം ജെൻഡർ ഉള്ളവർ തമ്മിൽ സ്നേഹിക്കുന്നതിനോ മാരേജ് ചെയ്യുന്നതിനോ ഇനി ഈവൻ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിന് പോലും ഇവിടെ പ്രശ്നമല്ല. ആരും ഇതൊന്നും ക്രിട്ടിസൈസ് ചെയ്യാനും ജഡ്ജ് ചെയ്യാനും പോകുന്നില്ല. ഇവിടെ ഇതൊക്കെ സർവ്വസാധാരണമാണ്. എടാ നിനക്കറിയോ, ഇതെന്റെ ഡ്രീം കം ട്രൂ മൊമെന്റാ. എന്റെ എത്ര നാളത്തെ ആഗ്രഹമാണെന്നറിയോ സ്നോഫോൾ ആർട്ട് ഫെസ്റ്റിവൽ കാണാന്നുള്ളത്. ചുണ്ടരി നീ ചൂളമിടാൻ പോരെ, പകലിലെ പൊൻവെയിലെ താളമിടാൻ കൂടെ, പൊന്മണി കണ്ണിണയിൽ കൗതുകത്തിൻ കൂടെ, മനസ്സിൽ വന്നിടത്തിനി പൂങ്കുയിലെ നീ എന്താ നോക്കി നിക്കുന്നേ? വാ നമുക്ക് ആ റൈഡില് കേറാം. ഞാനില്ല, നീ അങ്ങ് പോയാ മതി. മിത്സു വാ. വാനക്കൊമ്പത്തെ പൂന്തിങ്കൾ പൂമ്പാറ്റേ, തൂവലൊരുമി കുഞ്ഞു നെറ്റിമേൽ ചന്ദനത്തണുപ്പ് പോലെ മറച്ചിടാം. ഈ മൂടമഞ്ഞിന്റെ പാൽ പൊയ്കത്തീരത്താൽ പിഞ്ചുമൈവിളി നിന്നെ നെഞ്ചിലെ പട്ടുകൊണ്ട് തൊട്ടിലിട്ട് കെട്ടുമെങ്കിടാം. മധുരിക്കും മുന്തിരികം ചുങ്കരയിൽ പൂങ്കുലകൾ ചന്തമിഴും മണിക്കിനി തന്നെ പോകുവാൻ ഇളമുല്ലകളിൽ നീയുരുമ്മി ചെല്ലമണി ചാമരമറ്റില്ലരുവി ചിന്തുകളായി കാറ്റും പോയിരാ. എനിക്ക് ഐസ്ക്രീം വേണം. നിനക്ക് വേണമെങ്കിൽ നീ പോയി വാങ്ങിക്കേ. അതിനിപ്പോ എന്തിനാ എന്നോട് പറയുന്നേ? അച്ചടാ പൊന്നെ, കരയല്ലേ വാവേ, ഇങ്ങ് വാ. നിനക്ക് ഒരു കുട്ടിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എടാ പൊട്ട, ഇത് എന്റെ കുഞ്ഞല്ല, വഴിതെറ്റി വന്നതായി കുഞ്ഞ്. ആ പോട്ടെ, എന്തിനാ വാവ കരയുന്നേ? കുഞ്ഞിനെ മങ്കിയെ കാണണോ? ദേ നിക്കുന്നു മങ്കി അങ്കിൾ. ഓ മൈ ഗുഡ്നസ്, വാട്ട് എ ക്യൂട്ട് ഫാമിലി. നിങ്ങളുടെ കുഞ്ഞാണല്ലേ ഇത്? അയ്യോ ആന്റി. ഏയ് ഡോണ്ട് ബി ഷൈ, യു ലുക്ക് സോ ക്യൂട്ട് ടുഗദർ, ലൈക്ക് മെയ്ഡ് ഫോർ ഈച്ച് അതർ. എന്നും ഇതുപോലെ ഹാപ്പിയായി ഒരുമിച്ച് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ചിൽഡ്രൻ. ഓ മൈ ബേബി, നിങ്ങളുടെ കുഞ്ഞാണോ ഇത്? അതെ, തിരക്കിന്റെ ഇടയില് എന്റെ കൈ വിട്ട് പോയതാ. ഇനി മുതൽ സൂക്ഷിക്കണം കേട്ടോ. താങ്ക്സ്. വാ മോളെ പോകാം. ബൈ ബാവേ. എന്തു നോക്കി നിൽക്കുവാ? വാ പോവാം. അല്ല, പോകാൻ വരട്ടെ. എന്താ? ആ ആന്റി, നമ്മളൊരു ഫാമിലി ആണെന്നും ഇത് നമ്മുടെ കുട്ടിയാണെന്നും പറഞ്ഞപ്പോ നീ എന്താ എതിർക്കാഞ്ഞേ? അത് പിന്നെ അവര് തെറ്റിദ്ധരിച്ചല്ലേ, അതുകൊണ്ട് സാരമില്ല. ഓഹോ, അപ്പോ ഇതാണല്ലേ മനസ്സിലിരിപ്പ്. നിനക്ക് സാരമില്ലായിരിക്കും, എനിക്ക് സാരമുണ്ട്. ഷേ നോൺസെൻസ്. ഒന്ന് മിണ്ടാതിരിക്കാവോ? ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. ഇങ്ങനൊരു കൾച്ചർലെസ് ജന്തു. ഡാ ഒന്ന് പോടാ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്തില്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. മനസ്സിലായോടെ എല്ലാത്തിനും? യെസ് ബോസ്. സർ, ഈയിടെയായിട്ട് ഇവിടെ മിസ്സിംഗ് കേസസ് ഒക്കെ കൂടുന്നുണ്ട്. ഞങ്ങൾ പോലീസുകാരുടെ ആക്ഷനും എടുക്കുന്നില്ല എന്നുള്ളൊരു സംസാരം പരക്കുന്നുമുണ്ട്. ഈ ജനങ്ങൾ അത് ഒരു വലിയ ഇഷ്യൂ ആക്കുമോ സർ? ജനങ്ങള് ഞാൻ ചവച്ച് തുപ്പുന്ന എച്ചില് തിന്നുന്ന നായ്ക്കളാ ഇവിടെ ഉള്ളത്.
എന്റെ അനുവാദമില്ലാതെ ഇവിടെ ഒരു ഈച്ച കുഞ്ഞു പോലും വാ തുറക്കത്തില്ല. ഇവിടെ മിസ്സാവുന്ന ആൾക്കാരെയൊക്കെ ഞാൻ വിൽക്കുക ചെയ്യുന്നത്. അവരൊക്കെ എന്റെ വിൽപ്പന ചരക്ക. അതിൽ നിന്ന് ഞാൻ ഇഷ്ടം പോലെ സമ്പാദിക്കുന്നുണ്ട്. അതിലെ നക്കാപ്പിച്ച നിനക്കൊക്കെ തരുന്നുമുണ്ട്. ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇവിടുത്തെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇതിനെതിരെ നാക്ക് പൊക്കത്തില്ല. ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഇന്ന് മൊത്തം നിന്നെ സഹിച്ചതിന് നീ എനിക്ക് വല്ല ഗിഫ്റ്റും തരേണ്ടതാ. സാരല്ല, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഇന്നാ. എനിക്കൊന്നും വേണ്ട നിന്റെ ഗിഫ്റ്റ്. നിനക്ക് വേണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് അതങ്ങ് കളഞ്ഞേക്ക്. ഇത് എടുത്തോണ്ട് പോടാ. സൗകര്യമില്ല കാട്ടുമാക്കാനേ. ബായ്. നിന്നെ കണ്ടു മടങ്ങുമ്പോഴുള്ള ഓരോ തിരിഞ്ഞു നോട്ടവും എന്റെ ഓരോ പ്രതീക്ഷകളാ. അത് നീ അറിയുന്നില്ലെന്ന് മാത്രം. നിന്റെ ഓരോ നോട്ടവും എന്നെ വല്ലാതെ പേടിപ്പെടുത്തുന്നു. ഞാൻ നിന്നെ സ്നേഹിച്ചു പോവോ എന്ന പേടി. പക്ഷെ അത് നീ അറിയുന്നില്ലെന്ന് മാത്രം. ഹലോ മാഗി. ഗെറ്റ് ഔട്ട്. മാഗി, എന്റെ പൊന്നുമുത്തെ, എന്നെ ഇങ്ങനെ ഗെറ്റ് ഔട്ട് അടിക്കല്ലേടി. പിന്നെ ഞാൻ എന്ത് ചെയ്യണോടോ പാറപ്പുറത്ത് പ്രഭാകര? അല്ല, ഇതെന്ത് വേഷമാടോ? നിങ്ങളെന്താ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പോന്നോ? ഇമാതിരി വേഷം കെട്ടുമായിട്ട് എന്റെ അടുത്ത് വരരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മാഗി മോളെ, പ്ലീസ് അടി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഓ, എന്താണെന്ന് വെച്ചാ പറ. എന്റെ വീട്ടിലുണ്ട് പപ്പി, എന്റെ നെഞ്ചിലുണ്ട് മാഗി, ഞാനൊരു പൂക്കി. ഗെറ്റ് യുവർ ആസ് ഔട്ട് ഇഡിയറ്റ്. ബുൾഷിറ്റ്. എന്താ ആന്റി പ്രോബ്ലം? കുന്തം. ഞാൻ ഇവിടെ നിന്ന ഇയാളെ ഞാൻ കൊല്ലും. ഞാൻ പോവാം. അങ്കിൾ ആരാ? ഞാൻ മാഗിയുടെ നെയ്ബറാ. ഓക്കെ, പക്ഷേ അങ്കിൾ എന്താ ഈ കോലത്തില്? അത് പിന്നെ മാഗിയുടെ അടുത്ത് പൂക്കിത്തരം കാണിക്കാൻ. ഞങ്ങളുടെ ആന്റിയുടെ അടുത്ത് പോക്കൃത്തരം കാണിച്ചതോ? ഇയാളെ നോക്കി നിൽക്കാതെ അടിച്ച് ചെപ്പ പൊളിക്കി കളവന്റെ. എന്റെ പൊന്നു മോനെ, അങ്കിൾ ഉദ്ദേശിച്ചത് പൂക്കി എന്നാ. പൂക്കിത്തരം പൂക്കി. ഓ അങ്ങനെ. ശേ, ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. സോറി അങ്കിൾ. അങ്കിൾ എന്തിനാ ഈ വേഷം കെട്ടൊക്കെ ഇറക്കുന്നേ? എന്താ കാര്യം? ഓ, അപ്പോ അങ്കിളിന് ഞങ്ങളുടെ ആന്റിയോട് ട്രൂ ലവ് ആണ് അല്ലേ? അതെടാ മോനെ, എനിക്ക് നിങ്ങളുടെ ആന്റി ഇഷ്ടോ. ഞാനും ഇതുപോലെ കല്യാണമൊന്നും വേണ്ടാന്ന് വെച്ചിരുന്നതാ. പക്ഷേ ഈ അടുത്തിടെ ഒരു സൂപ്പർ മാർക്കറ്റ് വെച്ചാ ഞാൻ മാഗിയെ കാണുന്നേ. അന്ന് തൊട്ട് എന്റെ ശരീരത്തിൽ കൂടെ ഓടുന്ന രക്തത്തിലെ റെഡ് ബ്ലഡ് സെൽസിന് പകരം മാഗിയാ ഉള്ളത്. നിങ്ങൾക്കറിയാവോ? പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് പൂക്കിത്തരവാ ഇഷ്ടമെന്ന് അറിയാവുന്നതുകൊണ്ട് അവളെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങനെ ഓരോ വേഷം കെട്ടി നടക്കുന്നത്. എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ആന്റിക്ക് എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. അസ്ഥിക്ക് പിടിച്ചിരിക്കുവാണല്ലേ? അസ്ഥിക്ക് മാത്രല്ലടാ, കിഡ്നിയിലും ലിവറിലും എന്തിനും എന്റെ പാൻക്രിയാസിൽ വരെ മാഗിയാ. ബട്ട് അങ്കിൾ, എന്റെ പാൻക്രിയാസിൽ ഇപ്പിയാ. മോനെ അഞ്ചലെ ഏറ്റില്ല. ഇവിടെ കാറ്റത്ത് ആന ചെരിഞ്ഞ കാര്യം പറയുമ്പോഴാ അവന്റെ കോണാൻ പറന്ന കഥ. ആന്റിയെ വളയ്ക്കാൻ അങ്കിളിനെ ഞങ്ങൾ സഹായിക്കാം. ബട്ട് വൺ കണ്ടീഷൻ. അങ്കിള് ഞങ്ങളുടെ ആന്റിക്ക് പറ്റിയ നല്ല ആളാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണം. ഓക്കെ, ഞാൻ ഇതില് A+ വാങ്ങിക്കും. ഓൾ ദ ബെസ്റ്റ് അങ്കിൾ. അപ്പൊ അങ്ങനെ ട്രെയിനിങ് തുടങ്ങുമല്ലേ? എന്നാ മെഡിസിൻ. ഓ എന്തിനാടാ, എനിക്ക് ചെറിയൊരു ചുമയുണ്ടെന്നേ ഉള്ളൂ. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഇതിപ്പോ തന്നെ കഴിക്കണം. എടാ, അവൻ പറയുന്ന കേക്ക്. ആ മെഡിസിൻ അങ്ങോട്ട് കഴിക്ക്. ഹായ് മക്കളെ. ആ മാഗി ആന്റി, വാ ഇരിക്ക്. എടാ മക്കളെ, ദേ ഇതാണ് എന്റെ വണാഞ്ചൊല്ലിയ ഹസ്ബൻഡ് സെൻ. പിന്നെ എടാ, ഇത് നമ്മുടെ മാഗി ആന്റിയുടെ ബ്രദേഴ്സിന്റെ മക്കളാ. ഇത് അഞ്ചൽ, പിന്നെ അത് ശ്രീശാന്ത് ആൻഡ് ധ്രുപദ്. അല്ല ജിന്നേട്ടാ, ഇതാരാ? ഇത് മിത്സുഗി, ഞങ്ങളുടെ കുഞ്ഞനിയൻ. സ്വന്തം അനിയനല്ല.
അനിയനെ പോലെ. ഞാൻ ഇവരുടെ വർക്ക്ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. എടാ വന്ന കാര്യം പറയട്ടെ. ഞങ്ങൾ വന്നത് 3 ദിവസം കഴിഞ്ഞാ എന്റെ ബർത്ത്ഡേയാ. ഞാനങ്ങനെ സാധാരണ സെലിബ്രേറ്റ് ഒന്നും ചെയ്യാറില്ല. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പിന്നെ ഇപ്രാവശ്യം ഇവന്മാരൊക്കെ ഉള്ളോണ്ട് പിള്ളേരൊരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ. ഇവർക്ക് ഒരേ നിർബന്ധം സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. എന്നാ പിന്നെ ഞാൻ വിചാരിച്ചായിക്കോട്ടെ എന്ന്. അപ്പോ നിങ്ങൾ 3 പേരും അങ്ങ് എത്തിയേക്കണം. 3 പേരും വരിക മാത്രല്ല, ഈ സെലിബ്രേഷന് വേണ്ടിട്ട് ഞങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണം. പിന്നല്ല, ഇത് നമ്മൾ പൊളിക്കും. നിങ്ങൾ ഇരിക്കും. ഇനിയിപ്പോ ഡിന്നറും കൂടെ കഴിച്ചിട്ട് പോയാൽ മതി. ഇന്നത്തെ ഡിന്നർ ആന്റിയുടെ വക. ആരും നോ പറയരുത്, ഞാൻ കേൾക്കില്ല. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കുക്ക് ചെയ്താലോ? വാട പിള്ളാരെ. മിക്സ് ഒന്ന് നിന്നേ. ഇച്ചിരി മുമ്പ് ജിന്നേട്ടൻ നീ അവരുടെ അനിയനാണെന്ന് പറഞ്ഞപ്പം എന്തിനാ അങ്ങനൊക്കെ പറഞ്ഞേ? ജിന്നേട്ടനും സെന്നേട്ടനും അത് നല്ല വിഷമായി. അല്ല, ഇന്നെന്താ എന്നെ ഒന്നും പറയാത്തെ? സാധാരണ കടിച്ചു കീറാൻ വരുന്നതാണല്ലോ. എന്ത് പറയണം വേണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. പിന്നെ അവരെന്റെ ചേട്ടന്മാരാ. ഞാൻ കുഞ്ഞിനെ മുതലേ അവരെ കാണുന്നതാ. അവർക്ക് എന്റെ മനസ്സ് മനസ്സിലാവും. പിന്നെ നീ എന്നെ സ്നേഹം പഠിപ്പിക്കാനൊന്നും വരണ്ട. സ്നേഹം പഠിപ്പിക്കാൻ വന്നാ എന്തു ചെയ്യും? കാട്ടുപോത്തെ. നീ എന്താടാ ഇപ്പൊ എന്നെ വിളിച്ചേ? കാട്ടുപോത്തേന്ന്. ഈ കാട്ടുമാക്കനെ ഞാൻ നൈസായിട്ടൊന്ന് പരിഷ്കരിച്ച് കാട്ടുപോത്താക്കി. കാരണം പോത്തിന്റെ ചെവിയിൽ വേദോതിയിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ ഈ മിത്സുക്കി പോത്തിന്റെ ചെവിയിലും വേദോതിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. നിന്നെയൊക്കെ കിട്ടുന്നവരുടെ ഒരു ഗതികേട് അത് ആലോചിക്കുമ്പോഴാ. അയ്യയുടെ മോനെ, എന്നെ കിട്ടുന്നവരെ ഈ ലോകത്തിലെ ഏറ്റവും ലക്കിയായിരിക്കും. എന്നെപ്പോലെ ഇത്രയും സൗന്ദര്യവും നല്ല സ്വഭാവവും നല്ല സംസാരമുള്ള ഒരാളെ കിട്ടാൻ പാടാന്നേ. ഇനി കാട്ടുപോത്തിന് എന്നെ ഇഷ്ടാണെങ്കിൽ എന്നെയും കെട്ടിക്കോ, എനിക്ക് ഒരു പ്രശ്നമില്ല. എന്ത് പിടിച്ചു നോക്കി നിക്കാ? വാ കാട്ടുപോത്തെ, അടുക്കള പോയി ജോലി ചെയ്യണ്ടേ? അപ്പൊ മക്കളെ ബൈഡാ, ഗുഡ് നൈറ്റ്. അപ്പൊ ശരിയെന്നാ, ഞാൻ പോയിട്ട് വരാം കാട്ടുപോത്തെ. இரவும் அல்லாத பகலும் அல்லாத பொழுதுகளுள்ளோடு கழியுமா? தொடவும் கூடாத படவும் கூடாத இடைவெளி எப்போது குறையுமா? உன்னை அன்றி வேறொரு ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 15 ദിവസമായി. എത്ര പെട്ടെന്നാ ഞാൻ മിക്സുമായിട്ട് കണക്ട് ആയേ. ആ കാട്ടുപോത്തുമായിട്ടുള്ള ഓരോ വഴക്കും ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി ആ എൻജോയ്മെന്റ് വേണ്ട. ശാന്തേ, നീ ഇത്രയും ദിവസം എനിക്ക് വെറും ഒരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മനസ്സിലായി അത് സത്യമാണെന്ന്. വെറുതെ അല്ല നിനക്ക് അങ്ങോട്ട് പോകാൻ ഇത്ര താല്പര്യം. എടാ, നീ വിചാരിക്കുന്ന പോലെ അങ്ങനൊന്നല്ലടാ. എന്നിട്ട് അഞ്ചലിന് സംശയം തോന്നിയില്ലല്ലോ? ഇല്ല, അവൻ നിന്നെ സംശയിക്കത്തില്ല. കാരണം അവൻ നിന്നെ അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനല്ല. നീ ഒരിച്ചിരി കള്ളത്തരം കാണിച്ച പോലും അതെനിക്ക് മനസ്സിലാവും. എടാ, ഈ 15 ദിവസം കൊണ്ട് നിനക്ക് എന്തോന്ന് തോന്നാനാന്നാ നീ പറയുന്നേ? ഇത് വെറും ഒരു ഫീലിങ്സ് മാത്രം. അത് കുറച്ച് കഴിയുമ്പോ ഇല്ലാതാവും. ഇവിടുത്തെ അവസ്ഥ നിനക്കറിയാലോ. 10 ദിവസമാണ് നമുക്ക് ഇവിടെ താമസിക്കാനുള്ള കാലാവധി. പക്ഷെ ഇവിടുത്തെ പ്രശ്നം കൊണ്ട് 45 ദിവസമായി. ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ഇനി ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. ഇനി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് എൻട്രി ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ പിന്നെ നീ എന്തർത്ഥത്തിൽ അവനെ പ്രേമിക്കാനിരിക്കുക? ഇത് വിട്ടേക്ക്. ഇത് തീക്കളിയാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ഇവിടെ വന്ന ദിവസം തൊട്ട് നിനക്ക് കഷ്ടകാലമാ. അത് നീ മറക്കരുത്. എടാ, അവൻ വെറും ഒരു മെക്കാനിക്കാ. പക്ഷെ നിന്റെ സ്റ്റാറ്റസ് എന്താ? നമ്മുടെ ഫാമിലിയുടെ സ്റ്റാറ്റസ് എന്താ?
അവന് കിട്ടുന്ന ഏർണിങ്സ് നമ്മുടെ പോക്കറ്റ് മണിയുടെ ഒരു 1/4 പോലും ഇല്ല. എനിക്കിതൊരു വിഷയമല്ല. ഞാൻ പണം സമ്പാദിക്കാനായിട്ടും പണത്തിനോട് ആക്രാന്തമുള്ള ഒരാളൊന്നും അല്ല ഞാൻ. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മുടെ ഫാമിലിയിലുള്ളവര്, നിന്റെ അച്ഛൻ, നിന്റെ അമ്മ, അവരൊക്കെ ചോദിച്ചാൽ നീ എന്ത് മറുപടി പറയും? ധ്രുവ്, ഞാൻ പറയുന്ന കേക്ക്, ഇത് വേണ്ട. എടാ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കടാ. ഞാൻ അവനെ സ്നേഹിച്ചു പോയി. ഇനി മറക്കാനൊന്നും പറഞ്ഞാ എന്നെ കൊണ്ട് പറ്റത്തില്ലടാ. അത്രയ്ക്ക് ആഴത്തിൽ അവൻ എന്റെ ഹൃദയത്തിൽ പതിഞ്ഞു പോയി. എനിക്ക് പറ്റില്ലടാ. അവനൊരു മെക്കാനിക് ആയിക്കോട്ടെ, എനിക്കിതൊരു വിഷയമല്ല. ഏത് കഷ്ടപ്പാടിലും അവന്റെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറാ. എടാ, അവൻ മറ്റുള്ളവരുടെ റൂഡായിട്ട് ബിഹേവ് ചെയ്യും, ഇതൊക്കെ ശരി തന്നെയാ. പക്ഷെ അവന്റെ ഉള്ളില് അവൻ ഈ ലോകത്തോട് മറയ്ക്കുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്, ഒരുപാട് വേദനകളുണ്ട്. അതൊക്കെ അവനോട് തുറന്ന് പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എടാ, അവൻ നല്ലൊരു സ്വഭാവം ഉണ്ടെടാ, അവൻ നല്ലൊരു മനസ്സുണ്ട്. പ്ലീസ് ഡാ, നീ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നീ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ ഇത് സപ്പോർട്ട് ചെയ്യത്തില്ല. എടാ, മിത്സുകിക്ക് ഇവിടുന്ന് വെളിയിലോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല. നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാനും പറ്റില്ല. വർഷത്തിൽ 2-3 പേരെ മാത്രമേ അവര് ഇവിടോട്ട് വിടത്തുള്ളൂ, ഈ സ്നോഫോളിലോട്ട്. അതും ലക്കിന് കിട്ടുന്നവരാ. നമുക്ക് എന്തോ ഭാഗ്യത്തിന് 3 പേർക്ക് കിട്ടിയതാ. പക്ഷെ ഇവിടെ വന്നപ്പോ ഉണ്ടായ ആദ്യത്തെ അനുഭവം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതൊന്നും നീ മറന്നിട്ടില്ലല്ലോ. ഇത് വിട്ടേക്ക്. ഞാൻ നിന്നോട് ആദ്യമായിട്ട് അവസാനമായിട്ട് പറയാം, ഇനി ഈ പറയുന്ന പ്രേമം മണ്ണാങ്കട്ടെ എന്നൊന്നും പറഞ്ഞ അവന്റെ പിന്നാലെ നടക്കരുത്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. അതിനും പറ്റത്തില്ലല്ലോ. 45 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകും. അപ്പൊ ഇവിടുന്നുള്ള കണക്ഷൻസ് എല്ലാം വിടും. ഹാപ്പി ബർത്ത്ഡേ മാഗി. എടോ പാറപ്പുറത്ത് പ്രഭാകര, തന്നോട് ഈ മുറ്റത്ത് കാല് കുത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലയോ? പിന്നെന്തിനാ താൻ എപ്പോഴെപ്പോഴും ഇങ്ങനെ വലിഞ്ഞു കയറി വരുന്നത്? എന്റെ പൊന്നാന്റി, ഞങ്ങളെ വിളിച്ചിട്ടാ PP പ്രഭാകരൻ അങ്കിൾ ഇങ്ങോട്ട് വന്നത്. അങ്കിളെ, കേറി വാ. അയ്യോ മാഗി, പോവല്ലേ. സോ എടാ, നിങ്ങൾ പഠിപ്പിച്ചു തന്നതൊക്കെ ഞാൻ പയറ്റി നോക്കി. എന്നിട്ടും മാഗി എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ പൊന്നങ്ങളെ, അങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല. എന്തായാലും ആന്റിക്ക് നല്ല ചേഞ്ച് ഉണ്ടല്ലോ. പെണ്ണുങ്ങളല്ലേ, കുറച്ച് സമയമെടുക്കും. എന്നാലും അങ്കിളിനെ ഇപ്പൊ പേരെടുത്തൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, പാറപ്പുറത്ത് പ്രഭാകരാന്ന്. അത് ശരിയാ, മാഗിക്ക് നല്ല മാറ്റമൊക്കെ ഉണ്ട്. അപ്പോ അവൾ എന്നെ ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ? പിന്നെ നിങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ പൊളിക്കും. അടുത്തതായി ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത് പാറപ്പുറത്ത് പ്രഭാകരൻ അങ്കിളിന്റെ അതിമനോഹരമായ ഒരു പ്രസംഗമാണ്. ഹായ്, ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ബർത്ത്ഡേ മാഗി. എനിക്ക് പൊതുവെ സ്ത്രീകളോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ വിവാഹം കഴിക്കാതിരുന്നത്. പക്ഷെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് മാഗി ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്റെ ആ കാഴ്ചപ്പാടേ അങ്ങ് മാറി. പെണ്ണുങ്ങൾക്ക് ഇത്രയും സൗന്ദര്യമൊക്കെ ദൈവം കൊടുക്കുമോ? ആ കണ്ണ്, ആ മൂക്ക്, ആ ചുണ്ടുകൾ, ആ ചുവന്ന ഡ്രസ്സിൽ മാഗിയെ കണ്ടപ്പോ ഉണ്ടല്ലോ, എന്റെ ഹൃദയം പുറത്ത് ചാടിപ്പോയി, ചാടി. കാരണം എന്റെ ഹൃദയത്തിനത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. സ്ത്രീകൾ മാഗിയെ കണ്ടുപഠിക്കണം. മാഗിയാണ് ഒരു ഉത്തമയായ സ്ത്രീ. ഇത്രയും സ്ത്രീത്വം തുളുമ്പുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. അന്നു മുതൽ എന്റെ നെഞ്ചിൽ ഒരൊറ്റ വ്യക്തിയുള്ളൂ, മാഗി. ഹൃദയത്തിൽ ടാറ്റു അടിക്കാൻ പറ്റാത്തത് കൊണ്ടാ, പക്ഷെ എന്റെ ഓരോ റെഡ് ബ്ലഡ് സെൽസിലും മാഗിയുടെ പേരാണ്, മാഗിയുടെ ചിത്രമാണ്. മാഗിയുടെ മുഖം എന്റെ കണ്ണിൽ മാത്രമല്ല എന്റെ ഹൃദയത്തിലും പതിഞ്ഞുപോയി. മാഗി എന്നെ പാറപ്പുറത്ത് പ്രഭാകരൻ എന്നാണ് വിളിക്കുന്നത്. എനിക്കതിഷ്ടമാണ്. മാഗി എന്നെ ഒരു ബോയ് ഫ്രണ്ടായി കണ്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടായിട്ടെങ്കിലും കണ്ടൂടെ?
പാറപ്പുറത്ത് പ്രഭാകരൻ ഇപ്പൊ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരു ഫ്രണ്ടായിട്ട് കാണാം. അടിച്ചു മോനെ. താങ്ക്സ് മാഗി, താങ്ക്സ്. ഇപ്പൊ ഫ്രണ്ട്, പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്, പിന്നെ ബോയ് ഫ്രണ്ട്. ഓ, എനിക്ക് വയ്യ. ഓക്കെ അങ്കിൾ, അങ്ങനെ ആന്റി ഫ്രണ്ടായിട്ടിരിക്കാന്ന് പറഞ്ഞില്ലേ, ഇത് നമ്മുടെ വിജയം. இரவும் அல்லாத பகலும் அல்லாத பொழுதுகளுள்ளோடு கழியுமா தொடவும் கூடாத படவும் கூடாத இடைவெளி எப்போது குறையுமா உன்னை அன்றி வேறொரு நினைவில்லை இனி எந்த നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? ഷോ, അവിടെ അടങ്ങി നിക്കേണ്ട കാട്ടുപോത്തെ. ഞാനൊന്ന് പറയട്ടെ, തമാശയായിട്ടല്ല, സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാ. എനിക്ക് അങ്ങനെ പ്രപ്പോസ് ചെയ്തൊന്നും വലിയ ശീലമൊന്നുമില്ല. അതുകൊണ്ട് പറയാം, എനിക്ക് കാട്ടുപോത്തിന് ഇഷ്ടമാണ്. അതായത് കല്യാണം കഴിക്കാൻ സമ്മതമാണ്. കണ്ണച്ചിരിപ്പ് എന്നെ തള്ളിവിട്ട് മൂടി മറയ്ത്താൽ പേസ എണ്ണി സില എന്റെ പൊന്ന് കാട്ടുപോത്തെ, ആ വായൊന്നടച്ചു വെക്കിടൂ, അല്ലെങ്കിലേ ഈച്ച കയറിപ്പോ. ഇപ്പൊ തന്നെ റിപ്ലൈ വേണമെന്നില്ല, പിന്നെ പറഞ്ഞാ മതി. വാ, കേക്ക് കട്ടിയ സമയായി. நினைத்தே நகர்வேனே மாற்றி கண்கள் இரண்டால் ഹലോ ജിനേട്ടാ. ആടാ മോനെ, പറയടാ. എന്താ നീ ഈ സമയത്ത് വിളിച്ചത്? ഇങ്ങനൊക്കെയാ ജിനേട്ട എവിടുത്തെ കാര്യം? ഒന്നും പറയണ്ട. ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ട് ആ ധ്രുവിന്റെ തലയിലോട്ടൊന്നും കേറുന്നില്ല. ജിന്നേട്ടൻ തന്നെ ഒന്ന് ആലോചിക്കുകയെ, ഇവര് തമ്മിൽ ഒന്നിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല. അവസാനം എന്റെ ധ്രുവ് കിടന്ന് കരയുന്നത് ഞാൻ കാണേണ്ടി വരും. ഞങ്ങൾ തമ്മിൽ ഈ സംസാരമൊക്കെ നടന്ന അന്ന് ജിന്നേട്ടന്റെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം അവനത് വിടുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതും കഴിഞ്ഞ് മാഗി ആന്റിയുടെ ബർത്ത്ഡേ അന്ന് ആരും കാണാതെ അവൻ മിത്സുകിയെ ചെന്ന് പ്രപ്പോസ് ചെയ്തു. മിത്സുകി ഒന്നും പറഞ്ഞില്ല. ആ ഒന്നും പറയാത്ത പ്രതീക്ഷയിലാണ് ഇപ്പൊ ധ്രുവ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ജിന്നേട്ടൻ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് മിത്സുകിയെ പറഞ്ഞ് മനസ്സിലാക്കണം. അവനോട് പറയണം ധ്രുവിനോട് നോ പറയാനായിട്ട്. എന്റെ ദൈവമേ, ഈ പിള്ളേരിത് എന്തൊക്കെയാ കാണിക്കുന്നേ? ഞാൻ വിചാരിച്ച അവര് തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളെന്ന്. ഇതൊക്കെ കേട്ടിട്ട് എന്റെ കൈയും കാലും വിറക്കിയ. എടാ, നീ എങ്ങനെയും ധ്രുവിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. മിത്സുകി എന്തായാലും ഒരു റിപ്ലൈയും കൊടുത്തിട്ടില്ല എന്നല്ലേ നീ പറഞ്ഞത്? മിത്സുകിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ അവനോട് പറയാം, ഉടനെ ചെന്ന് ധ്രുവിനോട് നോ പറയാൻ. பேச எண்ணி சில நாள் அருகில் வருவே பின்பு பால் അന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ ഒരു പനിനീർച്ചെടിയിലെ പുഷ്പവും ഞാനതിലെ മുള്ളുവാണെന്ന്. എന്നോടെടുത്താ നീ മുറിയേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എന്തോ എന്റെ മുള്ളിന് മൂർച്ച കുറവാ. നിന്നെ അടക്കി പിടിക്കാൻ എനിക്ക് തോന്നുന്നത്. ഒരു ദിവസം കൊണ്ടുണ്ടായ ഇഷ്ടമൊന്നും അല്ലടാ. എന്തോ അറിയില്ല, ഓരോ പ്രാവശ്യം നീ ഞാനുമായിട്ട് വഴക്കിടുമ്പോഴും എന്നെ ചീത്ത പറയുമ്പോഴും എന്നെ കാട്ടുപോത്തേന്നൊക്കെ വിളിക്കുമ്പോഴും ഞാൻ അറിയാതെ ഉള്ളുകൊണ്ട് സന്തോഷിച്ചിട്ടേ ഉള്ളൂ. പിന്നെ പുറമേ നിന്നോട് ദേഷ്യം കാണിച്ചതാ. മുള്ളിന്റെ മൂർച്ച ഒട്ടും കുറയ്ക്കണ്ട, കൂർപ്പിച്ച് വെക്ക്. ജിന്നേട്ടാ. അതേടാ, ജിന്നേട്ടൻ തന്നെ. ധ്രുവിനെ പോയി പ്രപ്പോസ് ചെയ്യാനുള്ള റിഹേഴ്സൽ ആയിരിക്കും ഈ നടക്കുന്നത്. എടാ എടാ നിനക്ക് തീരെ ബുദ്ധിയില്ലാതായി പോയോ? ഇത് പോസിബിൾ ആവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവനോട് ഇഷ്ടമാണെന്ന് തന്നെ ഞാൻ പറയും. മിടുക്കൻ. ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ. എടാ, സ്നേഹിച്ചാ മാത്രം പോരാ, സ്നേഹിച്ചതിനെ സ്വന്തമാക്കുകയും വേണം. അതാ ആണത്തം. ആന്റി, ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ മിത്സുവിനെ മാത്രമേ സ്നേഹിക്കൂ. അവനെ മറക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ധ്രുവ്, നീ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ? കാര്യങ്ങളൊന്നും പറഞ്ഞ നീ എന്താ മനസ്സിലാക്കാത്തത്? എടാ, അവന് നീയും തമ്മിൽ ഒന്നിക്കുന്നത് അത് നടക്കില്ല. അതിനൊരു ചാൻസും ഇല്ല. അവൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. എടാ, അവന്റെ മനസ്സിൽ നീയില്ല, അത് നീ മനസ്സിലാക്ക്. അവൻ എന്നോട് ഇഷ്ടമല്ലെന്നും പറഞ്ഞിട്ടില്ലല്ലോ. പൂക്കിയങ്ങൾ ഒന്ന് പറ. അങ്കിള് പറഞ്ഞ ഇവര് കേൾക്കും. എനിക്ക് മിക്സുനെ ഒന്ന് കണ്ടാ മതി. അവനോട് ഒന്നുകൂടെ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ അവൻ എന്നോട് ഉറപ്പായിട്ടും ഇഷ്ടമാണെന്ന് തിരിച്ചു പറയും. അങ്കിൾ പ്ലീസ് അങ്കിൾ, അവനെ ഞാൻ ഇത്ര ദിവസമായി കണ്ടിട്ട് എന്നെ ഇങ്ങനെ വീട്ടു തടങ്ങൾ ഇട്ടേക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? കഷ്ടമുണ്ടാകും. എനിക്ക് അവനെ ഒന്ന് കണ്ടാ മതി. ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാരും? നിനക്കിപ്പോ എന്താ വേണ്ടേ? മിക്സുകിയെ കാണണം. വാ, ഞാൻ നിന്നെ കൊണ്ടുപോയി കാണിക്കും. അഞ്ജലി, നീ ഇതെന്താ കാണിക്കുന്നേ? മിണ്ടരുതാരും.
ആരും എന്നെ എതിർക്കാൻ വരണ്ട. അവൻ ഇവിടെ കിടന്ന് ഉരുകുന്ന കാണാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. വാടാ. പോകാൻ വരട്ടെ. അപ്പ എങ്ങനെ ഇവിടെ? എന്നെ പറഞ്ഞു പറ്റിച്ച് കുറേക്കെന്നും പറഞ്ഞ് നിങ്ങൾ മൂന്നുപേരും ഇവിടേക്ക് വന്നു. ശരി, ഞാൻ ക്ഷമിച്ചു. പക്ഷേ എന്റെ മോന് ഇവിടെ ഇതായിരുന്നു കലാപരിപാടി എന്ന് അപ്പ അറിയാൻ കുറച്ച് വൈകി. അറിഞ്ഞപ്പോ കയ്യോടെ ഇങ്ങ് വന്നു നിന്നെ പൊക്കിക്കൊണ്ട് പോവാൻ. വേണ്ട എന്ന് പറഞ്ഞാ വേണ്ട. മമ്മ എന്റെ മുമ്പിൽ നിന്ന് പോ. അതായിരിക്കും നല്ലത്. എടാ, നീ ആരോടാ ഈ വാശി കാണിക്കുന്നേ? നിന്റെ പപ്പയ്ക്ക് ഇതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. മോനെ, നീ ഫുഡ് കഴിച്ചാൽ മെഡിസിൻ കഴിക്കടാ. അറ്റ്ലീസ്റ്റ് ഈ മമ്മയ്ക്ക് വേണ്ടിയെങ്കിലും. നിനക്ക് ബ്ലഡ് ക്ലോട്ട് ആവാത്ത അസുഖമുള്ള കാര്യം നിനക്കറിയാലോ. ഒരു ചെറിയ മുറിവ് വന്നാ മതി, അത് പിന്നെ ഉണങ്ങാനും പാടാ, രക്തം പോകുന്ന നിക്കത്തുമില്ല. മോനെ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ ഈ മമ്മയ്ക്ക് വേറെ ആരും ഇല്ലടാ. എന്റെ പൊന്നു മോനല്ലേ, ഇത്തിരി ഫുഡ് കഴിച്ചിട്ടാ മെഡിസിൻ കഴിക്കേ. ഇല്ല, ആരും പറയുന്ന ഞാൻ കേക്കില്ല. എനിക്ക് ആരെയും വിശ്വാസമില്ല. എല്ലാരും ചതിയന്മാരാ. മമ്മയ്ക്ക് തോന്നുന്നുണ്ട് ഇവിടെ നടക്കുന്നൊക്കെ ശരിയാണെന്ന്. ഒരാളെ ബോധം കെടുത്തി നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാ, കൊണ്ടുവന്നിട്ട് വീട്ടുതടങ്കലിടുക. ഇത് ഇവിടുത്തെ ന്യായ? നീ ആരോടാണ് ഈ ചാടി കളിക്കുന്നേ? നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നീ എന്നോട് തീർക്കണം. എടി, നിനക്ക് നാണമുണ്ടോ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഈ മാനസിക രോഗിയുടെ അടുത്ത് വരരുതെന്ന്. ഇവന് ഭ്രാന്ത. ഇവൻ ഈ നാട്ടിൽ പെമ്പിള്ളേരില്ലാണ്ടാണ് ഇവൻ വല്ല നാട്ടിലും പോയിട്ട് ഒരു ചെറുക്കനെ സ്നേഹിച്ചുകൊണ്ട് വന്നേക്കുന്നത്. ഇവന്റെ സൗന്ദര്യത്തിനും ഇവന്റെ സ്റ്റാറ്റസിനും വെച്ച് ഇവൻ എന്ത് നല്ല പെൺകുട്ടികളെ കിട്ടും? എന്നിട്ടൊന്നും അവന് വേണ്ട. അവനെ ഞാൻ നാളെ തന്നെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോകാൻ വെച്ചേക്കോ. നീ ഇനി ഒന്നും പറയണ്ട. അവന് നിർബന്ധിക്കുകയും വേണ്ട. അവന് വേണമെങ്കിൽ കഴിക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ കിടന്നങ്ങ് ചാവട്ടെ. എനിക്ക് മാനസിക രോഗവും മറ്റൊന്നുമില്ല. അതൊക്കെ ഉള്ളത് ഇവിടെ മറ്റു പലർക്കുക. നിങ്ങളുടെയൊക്കെ ചിന്താഗതിക്കാ കുഴപ്പം. മിത്സുകിയെ സ്നേഹിച്ചതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇടി, അവൻ എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോ നോക്കിക്കേ. എന്തെങ്കിലും സങ്കടം അവന്റെ മുഖത്തുണ്ടോ? ഇല്ല. അവന്റെ കണ്ണീനെ ഒരു തുള്ളി കണ്ണുനീര് പോലും വീണിട്ടില്ല. അതെങ്ങനാ തൊള്ളയും തന്തേ പറയിപ്പിക്കാനുണ്ടായ ഒരെണ്ണം. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നാത്തിടത്തോളം കാലം എന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴില്ല. പപ്പയുടെ മോൻ തന്നെയാ ഞാനും. അതേ വാശി എനിക്കുണ്ട്. എനിക്ക് മിത്സുകിയെ കിട്ടണം. അയ്യോ, എന്താ ദൈവമേ ഇങ്ങനൊക്കെ. എടാ മോനെ, നീയെങ്കിലും ഒന്ന് മനസ്സിലാക്കടാ. നീ അല്ലെങ്കിൽ ഇവിടെ കിടന്ന് അടി കൊണ്ട് ചാവൂ. നിന്റെ പപ്പയുടെ സ്വഭാവം നിനക്കറിയാലോ. നീ ഒന്ന് വിട്ടുകൊടുക്ക്. പിന്നെ പപ്പ ഒരു കല്യാണാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെന്റെ മോൻ സമ്മതിക്ക് പ്ലീസ്. ഇതൊക്കെ അങ്ങ് മാറും. ഇതൊക്കെ നിന്റെ ഇപ്പോഴത്തെ തോന്നല. അതൊക്കെ പ്രായത്തിന്റെ ആളാ. കുറച്ച് കഴിയുമ്പോ നീ ഒരു കല്യാണമൊക്കെ കഴിയുമ്പോ അവളെ നീ സ്നേഹിച്ചു തുടങ്ങും. മമ്മയ്ക്കെങ്കിലും എന്നെ മനസ്സിലാകുന്ന ഞാൻ വിചാരിച്ചേ. എനിക്കൊരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ കഴിയില്ല. എന്റെ മനസ്സിൽ മിത്സുകി മാത്രമേ ഉള്ളൂ. അവനെ മാത്രമേ ഞാൻ സ്നേഹിക്കൂ. അതിന്റെ പേരിൽ പപ്പയുടെ കൈ നാട്ടിക്കൊണ്ട് ചാവേണ്ടി വന്നാലും മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല. ഈ കാര്യം ഇനി എന്റെ അടുത്ത് വന്ന് പറയരുത്. ശരി, വേറൊരു കല്യാണത്തിന് നിന്നെ ഞാൻ നിർബന്ധിക്കില്ല. പക്ഷെ പപ്പയുടെ അടി കൊണ്ട് നീ ഇവിടെ കിടന്ന് നീറുന്ന കാണാൻ ഈ അമ്മയ്ക്ക് വയ്യടാ. നിനക്ക് തോന്നുന്നുണ്ടോ അവൻ ഇവിടെ വരാൻ പറ്റുമെന്ന്? നിനക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമെന്ന്? എനിക്കറിയില്ല മമ്മ. പക്ഷെ 1000 ജന്മം ഈ മുറിക്കുള്ളിൽ കിടന്ന് നീര് ജീവിക്കേണ്ടി വന്നാലും അവനെ മറക്കാൻ എന്നെ കൊണ്ടാവില്ല. പപ്പ എന്നെ തല്ലിക്കോട്ടെ, എത്ര വേണേലും തല്ലിക്കോട്ടെ, അതെല്ലാം ഞാൻ സഹിച്ചോളാം. എന്തെങ്കിലും ഒരു ദിവസം പപ്പ ഞങ്ങളുടെ സ്നേഹം മനസ്സിലാക്കും. നിങ്ങളെല്ലാരും പറയുന്നത് അവൻ എന്നോട് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞിട്ടില്ലെന്നല്ലേ. പക്ഷെ അവൻ വാക്കുകളോടത് പറഞ്ഞില്ലെങ്കിലും 1000 വട്ടം അവന്റെ കണ്ണിൽ ഞാനത് കണ്ടതാ. അത് സത്യ. അവൻ എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാ. മമ്മ, അഞ്ജലി വിചാരിച്ചാൽ എന്നെ സഹായിക്കാൻ പറ്റും. അവന് കുറെ സ്വാധീനമൊക്കെ ഇല്ലേ. അവൻ വിചാരിച്ച മിത്സുനെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടെത്തിക്കാൻ പറ്റും. അമ്മ എന്നെ സഹായിക്കണം. ഞാൻ കാല് പിടിക്കാം അമ്മ. എനിക്ക് ലോകത്തിനെ സഹായം ചോദിക്കാൻ വേറെ ആരുമില്ല. എന്റെ മോൻ കണ്ണു തുടക്കി. ഈ മമ്മയുടെ കൂടെ എന്ത് വേണേലും മമ്മ ചെയ്യാം. എന്റെ കുഞ്ഞിന്റെ സങ്കടം ദൈവങ്ങൾ കാണാതെ പോവില്ല. എന്റെ മോനെ മുഖമൊക്കെ ഒന്ന് തുടക്കി. അവന്റെ അച്ഛനാള് നിസ്സാരക്കാരനൊന്നുമല്ല. അയാൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതാ. അയാള് വന്ന് അവനെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുപോയി. എങ്ങനെ എത്താതിരിക്കും? അയാൾ എംഫസിയിലല്ലേ വർക്ക് ചെയ്യുന്നേ. അതുപോലെ നല്ല പൂത്ത കാശും നല്ല സ്വാധീനവും ഉണ്ട്. പിന്നെ എങ്ങനെ ഇവിടെ എത്താതിരിക്കും? ഞാൻ അവന്മാരെ മാറി വിളിച്ചിട്ടും ആരും ഫോൺ എടുത്തിട്ടില്ല ഇതുവരെ.
കോൾ എടുക്കില്ല. അല്ലേലും അവന്മാർ രണ്ടുപേരും ധ്രുവനെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്താടാ ചെയ്യാ? എനിക്ക് ഈ ലോകത്തിനെ ആശ്രയിക്കാൻ ആ ഒരു മനുഷ്യനേ ഉള്ളൂ, കിം ഡാൻ സുസ്കി. നീ എന്നെ അകറ്റി നിർത്തിയിട്ടും ഒരു അനാഥനെ പോലെ ജീവിക്കേണ്ടി വന്നിട്ടും ഞാൻ പരാതിപ്പെട്ടിട്ടില്ല, അനുസരിച്ചിട്ടേ ഉള്ളൂ. ആദ്യമായിട്ട് ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടാം. എനിക്ക് അവനെ വേണം. എന്റേത് മാത്രമായി. ഈ ലോകത്തിന് എനിക്ക് ആശ്രയിക്കാനും സ്വന്തം എന്ന് പറയാനും നീ മാത്രമേ ഉള്ളൂ സുസ്കി. ഐ ട്രസ്റ്റ് യു, ഐ ബിലീവ് യു. നമ്മളുടെ ശരത്തിൽ കൂടെ ഓടുന്നത് രാജരക്തമാണെന്ന് തെളിയിക്കേണ്ട നേരെ വന്നത്. അത് പാഴാക്കരുത്. വിഷമങ്ങളൊക്കെ എന്നോട് പറഞ്ഞില്ലേ, ഇനി നീ പൊയ്ക്കോ. ആരുമില്ലെന്നുള്ള തോന്നല് വേണ്ട. നിഴലായി എന്നും ഞാൻ കൂടെ ഉണ്ട്. നാളെ തന്നെ കിമ്മിനെ കാണാനുള്ള അവസരം ഉണ്ടാക്കണം. സർ, അത് വേണോ? വേണം. ഇനി മുതൽ ഇവിടുത്തെ ജനങ്ങളുടെ പുതിയ ഭരണാധികാരി കിം ഡാൻ സുസ്കി. ഇന്നത്തോടെ തീർന്ന് നിന്റെ ഇവിടുത്തെ ജീവിതം. ഈ കിമ്മിനെ അനുസരിക്കാത്ത ഒറ്റൊരുത്തനും ഇനി ഇവിടെ വേണ്ട. വെറുതെ അല്ലടാ നിന്റെ തള്ള നേരത്തെ മേപ്പോട്ട് കെട്ടിയെടുത്തത്. വെറുതെ മേപ്പോട്ട് പോയതല്ലല്ലോ, നിങ്ങൾ എന്റെ അമ്മയെ കൊന്നതല്ലേ? അതേടാ, ഞാൻ അവളെ കൊന്നത് തന്നെയാ. എന്റെ പാരമ്പര്യം നിലനിർത്താൻ എനിക്കൊരു കുഞ്ഞിനെ വേണമായിരുന്നു. അതിനുവേണ്ടി മാത്രം കെട്ടിക്കൊണ്ട് വന്നതാ ഞാൻ അവളെ. എന്റെ ആവശ്യം കഴിഞ്ഞപ്പോ ഞാൻ അവളെ കൊന്നു. പിന്നെ നീ, അവള് നിന്നെ പിഴച്ചു പറ്റതാ. എന്റെ പ്ലാനിലുള്ളതല്ല നീ. എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്റെ മൂത്ത മകൻ, അവന് എന്റെ അതേ കേപ്പബിലിറ്റി ഉണ്ട്. ഇത്രയും നാള് നീ ഇവിടെ താമസിച്ചത് എന്റെ ഔദാര്യം കൊണ്ടാ. ഇനി നീ അങ്ങനെ എന്റെ ഔദാര്യം പറ്റി ജീവിക്കണ്ട. ഗാഡ്സ്, ടേക്ക് ഹിം ഔട്ട്. ജീവനെ കൊതിയുണ്ടെങ്കിൽ അവനെ ആരും തുടരുത്. ഗാഡ്സ്, ബാക്ക് ഓഫ്. മിത്സു, നീ വാ. ഇവന്റെ സ്വന്തം ചേട്ടനായിട്ട് കൂടി എനിക്ക് ഇവനെ നോക്കാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, എന്റെ സാഹചര്യം കൊണ്ടാ. ഇവൻ ഇപ്പൊ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ എനിക്ക് ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ. എനിക്ക് കൊടുക്കാൻ പറ്റാത്തത് നീ ഇവന് കൊടുക്കണം. സ്നേഹം, ബ്രദർഹുഡ്, ഇതെന്താണെന്ന് ഇവൻ അറിഞ്ഞു തന്നെ വളരണം. അവനെങ്കിലും സമാധാനത്തോടെ ജീവിക്കട്ടടാ. ഇവന് വേണ്ട എല്ലാ ചെലവുകളും ഞാൻ വഹിച്ചോളാം. അതിന്റെ പേരില് നീ ടെൻഷൻ അടിക്കണ്ട. ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങള് ഞാൻ കഥകളിൽ മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഇപ്പോഴാ നേരിട്ട് അനുഭവിക്കുന്നത്. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഇവനെ ഞാൻ വളർത്തും. എന്റെ അനിയനായിട്ടല്ല, എന്റെ മോനായിട്ട്. കരിപുരണ്ട ജീവിതം എന്റേത്. ഏതെങ്കിലും തോക്കിന്റെ മുമ്പില് ഒടുങ്ങി തീരേണ്ടവനാ ഞാനും. ഇവൻ എന്നോടൊപ്പം വളർന്ന ഇവനും ഇതേ ഗതി തന്നെ വരും. അത് പാടില്ല. സുസുക്കി, അപ്പോ എനിക്ക് ഇതെന്നെ കാണാൻ കഴിയില്ലേ? മിത്സു, നീ നിഴല് കണ്ടിട്ടില്ലേ? അത് നമ്മൾ എവിടെ പോയാലും ചാടിയാലും ഓടിയാലും എന്ത് ചെയ്താലും നമ്മുടെ കൂടെ ഉണ്ടാവും. അതുപോലെ ഒരു നിഴലായി എന്നും ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. പക്ഷേ എന്തെങ്കിലും നിനക്ക് താങ്ങാൻ പറ്റാത്തൊരു പ്രശ്നം വന്നാ, നിനക്ക് ചായാനൊരു തോള് വേണമെന്ന് തോന്നിയാ, നീ എന്റെ അരികില് വരണം. അന്ന് ഞാൻ നിനക്കൊരു നിഴല് മാത്രമായിരിക്കില്ല, നിന്നെ തന്നെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രതിബിംബമായിരിക്കും. നീയോ? ഗാഡ്സ്, ചിലക്കണ്ട. ഇവിടെ കിടന്ന് എത്ര അലറി വിളിച്ചാലും നിന്റെ വിളി ആരും കേൾക്കാൻ പോകുന്നില്ല. നീയെന്നോ? എടാ, ആരോടാ നീ സംസാരിക്കുന്നത് മറക്കരുത്. ചിലക്കാതിരിയടാ. നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്നലെ വരെ ഈ സ്നോപോള് ഭരിച്ച കിം. പക്ഷെ ഇന്ന് രാത്രി തൊട്ട് ഇവർക്ക് പുതിയ ഭരണാധികാരിയാ. അത് ഞാനാ. മൈനർ ഗ്രൂപ്പ് എന്ന മാസ്കിന്റെ പിന്നില് നിന്നെ കൊല്ലാനുള്ള പണികളാ ഞാൻ ഒപ്പിച്ചോണ്ടിരുന്നെ. അത് നീ അറിഞ്ഞില്ല.
ഗാർഡ്സ് പോയിട്ട് ഒരു പൂച്ചക്കുഞ്ഞു പോലും വരില്ല. നീ ഞങ്ങളോട് ചെയ്ത ഒന്നും ഞാൻ മറന്നിട്ടില്ല. എന്റെ അമ്മ ഭാര്യയായിരിക്കുമ്പോ തന്നെ നിനക്ക് എത്ര പെണ്ണുങ്ങളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. അതും എന്റെ അമ്മയുടെ കൺമുമ്പിൽ വെച്ച് തന്നെ. എന്റെ അമ്മ ചങ്കു പൊട്ടി കരയുന്നത് കണ്ട ഞാൻ ഉറങ്ങുന്നതും ഉണരുന്നതും. എന്റെ അനിയനോട് ചെയ്തതും എന്നോട് ചെയ്തതും ഞാൻ മറന്നിട്ടില്ല. അവന് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം. അതിന് നീ ചാവണം. ചത്തിട്ട് ഇവിടുത്തെ നിയമങ്ങളൊക്കെ എനിക്ക് മാറ്റി എഴുതണം. നിന്റെ മരണകാരണം എന്താ നിനക്കറിയണ്ടേ? ഹാർട്ട് അറ്റാക്ക്. പക്ഷേ ശരിക്കും നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നത് ഈ ഗണ്ണുകൊണ്ടാ. നീ ചെയ്തത് വെച്ച് നോക്കുമ്പോ നിനക്ക് ഇത്രയും പെട്ടെന്നുള്ള മരണം തരരുത്. പക്ഷേ എന്റെ അനിയന് വേണ്ടി ഞാനത് ചെയ്യും. പിന്നെ നിന്റെ ശവസംസ്കാരം കഴിഞ്ഞ അടുത്ത നിമിഷം തന്നെ ഇവിടുത്തെ പുതിയ ഭരണാധികാരിയായി ഞാൻ സ്ഥാനമേക്കും. പിന്നെ നീ എന്റെ രാജവാഴ്ചയായിരിക്കും ഈ കിം ദാൻ സുസ്കിയുടെ സ്നോഫോൾ. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്നെ പിന്നെ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ലല്ലോ. നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ നീ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. നിങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കിയത് എന്റെ തെറ്റാ. അതിനുവേണ്ടി ജിനേട്ടനെ വിളിച്ച് പറഞ്ഞത് ഞാനാ. പക്ഷെ അങ്കിളിനെ ഈ കാര്യം അറിയിച്ച ഞാനല്ല. അതൊരു1000 വട്ടം അവന്റെ കാലെ വീണ് പറഞ്ഞിട്ടും എന്റെ ധ്രുവ് എന്നെ വിശ്വസിച്ചില്ല. ഇപ്പൊ നിങ്ങൾ അവനെ തേടിയാ വന്നെങ്കിൽ വൈകിപ്പോയി. He's missing for fucking 3 days. നീ എന്താ പറഞ്ഞേ? അവരെ കാണാനില്ലെന്നോ? അവനെ കാണാതായിട്ട് 3 ദിവസമായിട. അങ്കിളും ബാക്കി എല്ലാവരും അന്വേഷണം നടത്തുന്നുണ്ട്. അവനെ കിട്ടുമായിരിക്കും. ഒഫീഷ്യലായിട്ട് കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അവൻ ജീവനോടുണ്ടെന്നൊന്ന് അറിഞ്ഞാ മതി. അവന്റെ കാലെ വീട് എനിക്ക് ചെയ്തതിനൊക്കെ മാപ്പ് ചോദിക്കണം. അവനെ സപ്പോർട്ട് ചെയ്യാതിരുന്നതിന് സോറി പറയണം. അവൻ എന്നെ അതിന്റെ പേരിൽ തല്ലിയാലും കൊന്നാലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ പൊയ്ക്കോ. ഇനി ഇവിടെ നിൽക്കണ്ട. നിങ്ങക്ക് പറ്റുകയാണെങ്കിൽ അവനെ ഒന്ന് അന്വേഷിക്കണം. ജീവനോടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. അങ്കിള് കണ്ടു കഴിഞ്ഞാ പിന്നെ അത് വലിയ വഴക്കാവും. എനിക്കിനി ഇതുകൂടി താങ്ങാൻ വയ്യ. അതുകൊണ്ടാ പറയുന്നത്. വയ്ക്കോ. ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് ജിന്നിനെ ഒന്ന് വിളിച്ച് പറയായിരുന്നില്ലേ കാര്യങ്ങളൊക്കെ? ഞാൻ എങ്ങനെ പറയാനാ? ഇവിടെ വന്നതിന് ശേഷം അങ്കിൾ അവനെ തല്ലി ശ്രദ്ധിക്കാൻ സഹിക്കാൻ വയ്യാതെ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അങ്കിളിനെ തടഞ്ഞു. അതിന്റെ പേരിൽ എന്റെ ഫോൺ വാങ്ങി വെച്ച് എന്റെ അച്ഛനും അമ്മയും വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്നെ ഇവിടെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കായിരുന്നു ഇവര്. നിങ്ങൾ വരുന്നതിന് തൊട്ടു മുമ്പാ തുറന്നു വിട്ടെ. ആരും വിഷമിക്കണ്ട. അവൻ എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കും. വാ എന്റെ കൂടെ. എടാ, എനിക്ക് ആലോചിച്ചിട്ട് എന്റെ കൈയും കാലും വിറയ്ക്ക. അപ്പ എങ്ങാനും നമ്മളെ കണ്ടുപിടിച്ചാ നിന്നെ എന്തെങ്കിലും ചെയ്യും. നീ എന്തിനാ പേടിക്കുന്നേ? എന്നെ ആരും ഒന്നും ചെയ്യില്ല. പിന്നെ നിന്നെ ഞാൻ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ. നീ ഇവിടെ കാണുമെന്ന് അങ്കിള് സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ശാന്ത പോലും എന്നെ വിശ്വസിച്ചില്ല. ആ സമയത്തെല്ലാം എനിക്ക് നീ മാത്രമേ കൂട്ടുണ്ടായിരുന്നുള്ളൂ. താങ്ക്സ് ഡാ. താങ്ക് യു സോ മച്ച്. പിന്നെ മിത്സുവിന്റെ അടുത്ത് എന്നെ എത്തിക്കാൻ നീ പറഞ്ഞില്ലേ? എങ്ങനെ? എന്താ നിന്റെ പ്ലാൻ? ഞാനിവിടെ ഉള്ളപ്പോ നിനക്കെന്തിനാ മിത്സുകി? ഞാൻ പോരെ നിനക്ക്? എടാ, നീ എന്നെ പ്രാങ്ക് ചെയ്യാണോ? നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ഞാൻ പ്രാങ്ക് ചെയ്യല്ല. ഐ എം ഡാം സീരിയസ്. ഞാനിവിടെ ഉള്ളപ്പോ പിന്നെ നിനക്ക് എന്തിനാ അവൻ? നിന്റെ കുഞ്ഞിനെ മുതൽ കൂടെ ഉണ്ടായിരുന്ന ഞാനല്ലേ, അല്ലാതെ അവനല്ലല്ലോ. അതോ എന്നെക്കാട്ടിലും നിനക്ക് വലുത് ഈടെ കണ്ടവനെയാണോ? നീ എന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? എടാ, ഇത് തമാശ കളിക്കാനുള്ള നേരല്ല. പ്ലീസ് ഡാ, നീ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നിർത്തിക്കേ. എനിക്ക് പേടിയാവുക. നീ എന്തിനാ പേടിക്കുന്നേ? നമ്മൾ തമ്മിൽ സ്നേഹിച്ച ഒരു തെറ്റുമില്ലടാ. നീ എന്റെ ബ്രദർ അല്ലല്ലോ, എന്റെ കസിൻ അല്ലേ. നീ എന്നെ സ്നേഹിക്കില്ല നീ പറയരുത്. എന്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോ നീ അല്ലേ പറഞ്ഞേ ഇനി എനിക്ക് എന്നും കൂട്ടായിട്ട് നീ ഉണ്ടാവുന്ന. എന്നിട്ട് ഇന്നലെ ഒരുത്തനെ കണ്ടപ്പോ നിനക്ക് അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നീ പോയി കഴിഞ്ഞ പിന്നെ എനിക്കാരോടെ നിനക്ക് വേണ്ടിയല്ലേ എന്റെ ബിസിനസ്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും ഒഴിവാക്കി ഞാൻ സ്നോഫോളിലേക്ക് വന്നത്. നിന്നെ കാണാതിരിക്കാൻ പറ്റാത്തോണ്ടാ.
എല്ലാ ദിവസവും ഒരു നേരത്തെ ഭക്ഷണം ഞാൻ നിന്നോടല്ലേ കഴിക്കുന്നത്, എന്നും നിന്നോടല്ലേ കിടക്കുന്നത്. എന്റെ കാര്യങ്ങൾ പോലും മാറ്റി വെച്ച് ഞാൻ നിനക്ക് വേണ്ടിയില്ലേ ജീവിച്ചേ. അപ്പൊ നീ എന്നെ സ്നേഹിക്കത്തില്ല, ഇഷ്ടമല്ല എന്നൊക്കെ അങ്ങനെ നീ പറയരുത്. നീ ഇതുവരെയും പറഞ്ഞില്ല, ഇനി നീ പറയാനും പാടില്ല. ചതിയൻ. അപ്പൊ മിക്സിന്റെ അടുത്ത് എന്നെ എത്തിക്കാൻ നിൽക്കുക നീ പറഞ്ഞത് കള്ളായിരുന്നല്ലേ? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നിന്റെ കൂടെ ഞാൻ ഇറങ്ങി പോരുന്നത് നിന്നോടുള്ള വിശ്വാസം കൊണ്ടാ. പക്ഷെ നീ എന്നെ ചതിക്കുമായിരുന്നല്ലേടാ. ഞാൻ എപ്പോഴെങ്കിലും നിന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടോ? നിന്നെ എന്റെ സ്വന്തം ബ്രദറായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ആ രീതിയിൽ ഞാൻ നിന്റെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടുള്ളൂ, സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നു ഞാൻ അറിഞ്ഞില്ല. നിന്റെ പപ്പയും മമ്മിയും മരിക്കുന്ന സമയത്ത് നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ, അല്ലാതെ അതിന് ഇങ്ങനൊരു അർത്ഥം ഉണ്ടായിരുന്നില്ല. അതെ, ഞാൻ ചതിയൻ തന്നെ. എന്നാ ഈ ചതിയന്റെ ഒരു കാര്യം കൂടെ നിനക്ക് കേൾക്കണം. മിത്സുകിയുടെ കാര്യം അങ്കിളിനെ വിളിച്ചറിയിച്ചത് ഞാനാടാ. നീ എന്ന ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് അവനെ പ്രപ്പോസ് ചെയ്യുന്ന ഞാൻ കണ്ടു. അതെനിക്കിഷ്ടായില്ല. നീ എന്തിനാ അവനെ പ്രപ്പോസ് ചെയ്യുന്നേ? നീ എന്നെ സ്നേഹിക്കണ്ടേ, എന്നെ മാത്രം. അത് മുടക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അങ്കിളിനെ വിളിച്ചു പറഞ്ഞേ. പക്ഷെ അങ്കിള് നിനക്ക് വരെ കല്യാണം ആലോചിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് വേണ്ട, നിന്നെ ആരും സ്വന്തമാക്കണ്ട. നീ എനിക്കുള്ളതാ, എനിക്ക് മാത്രം. നിനക്ക് എന്ത് വേണേലും ഞാൻ സാധിച്ചു തരാം. എല്ലാ സുഖ സൗകര്യങ്ങളും തരാം. നമുക്കിവിടുന്ന് പോവാം, ആരെയും കാണില്ല. നമുക്ക് മാത്രമായിട്ട് ഒരു സ്ഥലത്ത് പോയി ജീവിക്കാം. അതിനുള്ള സ്വത്തും സമ്പൂതി എല്ലാം എനിക്കുണ്ട്. ഹംസയിൽ നിന്ന് എനിക്ക് കിട്ടാവുന്നതിനെക്കാളും കൂടുതൽ എന്ത് വേണേലും ഞാൻ നിനക്ക് തരും. നിന്നെ ഏത് തരത്തിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ എനിക്ക് കഴിയും. തൊട്ടു പോകരുത് തന്നെ. എനിക്ക് നിന്നോടുള്ള വിശ്വാസത്തെയാ നീ ഇപ്പൊ ചൂഷണം ചെയ്തത്. നീ ഒരു കാര്യം ഓർത്തോ, എന്റെ ശരീരത്തിനും എന്റെ മനസ്സിനും ഒരൊറ്റ ഉടമയുള്ളൂ, അത് മിക്സുവാ. അല്ലാതെ വേറെ ആർക്കും എന്നെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല. പ്രത്യേകിച്ച് നിനക്ക് എന്റെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാകാൻ പോകുന്നില്ല. അതിന് എത്ര നാളെടുത്താലും ശരി ഞാൻ നിന്നെ സ്നേഹിക്കില്ല. മിത്സുഗി അവൻ ആരാടാ? വെറും ഒരു മെക്കാനിക്ക്. അവൻ ഇവിടെ വന്ന് നിന്നെ രക്ഷിക്കാന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അത് ചില ഫെയറി ടെയിൽസിൽ മാത്രമേ നടക്കൂ. ഇത് ജീവിതമാ. നീ എന്നെ മനസ്സുകൊണ്ട് അംഗീകരിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. നീ എന്നെ അംഗീകരിക്കണ്ട, സ്നേഹിക്കണ്ട. പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കും. അത് മതി നമുക്ക്. ഇനി നീ ഇവിടുന്ന് രക്ഷപ്പെടാതിരിക്കാൻ നിന്നെ ഒരു ചില്ലുകൂട്ടിൽ അടച്ചു വെക്കണമെങ്കിലും അതും ഞാൻ ചെയ്യും. നിന്റെ ഈ ശരീരം എനിക്കിപ്പോ വേണമെങ്കിലും കീഴ്പ്പെടുത്താവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന്ന് വേണ്ട. നാളെയോ മറ്റന്നാളോ അങ്ങനെ സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ. ഇനി ഈ 4 ചുവരുകൾക്കുള്ളിലേ നിന്റെ ജീവിതമുള്ളൂ. ആരും നീ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ പോകുന്നില്ല, നിന്റെ അച്ഛനും അമ്മയും പോലും. ഇതിപ്പോ 4 ദിവസമായി നിന്നെ അന്വേഷിച്ച് ആരും ഇവിടെ വന്നിട്ടില്ല. ഇനി വരാനും പോകുന്നില്ല. എന്നാലും ഇന്നലെ രാത്രി നീ തന്ന വെട്ട് ഒരിച്ചിരി കൂടിപ്പോയി. 8 സ്റ്റിച്ചാ എന്റെ കയ്യിലിട്ടേക്കുന്നത്. കയ്യിലായതുകൊണ്ട് ഭാഗ്യം. എന്റെ നെഞ്ചിലങ്ങണമായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊന്നേനെ. ഞാൻ മരിച്ചാ നീയും മരിക്കണം. വേറെ ആരും നിന്നെ കാണാൻ പാടില്ല, വേറെ ആരും നിന്നെ സ്നേഹിക്കാനും പാടില്ല. എനിക്ക് മരണമുണ്ടെങ്കിൽ അതേസമയം നിനക്കും അതുണ്ടായിരിക്കണം. എന്റെ അനുവാദം ഇല്ലാതെ എന്നെ തൊട്ടത് കൊണ്ടാ നിന്നെ ഞാൻ ഇന്നലെ വെട്ടിയത്. എന്റെ കൈയൊന്ന് അഴിച്ചു വിട്, നിന്നെ ഞാൻ കൊല്ലും. ഉറപ്പാ. ഒരു വെട്ട് കിട്ടിയെങ്കിൽ എന്താ, അറ്റ്ലീസ്റ്റ് ഐ ഗെറ്റ് എ ചാൻസ് ടു ടേസ്റ്റ് യുവർ ലിപ്സ്. ഇനി എനിക്ക് തോന്നിയാ ഇനിയും ഞാൻ പലതും ചെയ്യും. പിന്നെ ഈ കയ്യിലെ കെട്ട് അതെന്തായാലും രാത്രി അഴിക്കും. നമ്മൾ ഒരിടം വരെ പോവാ. ഇനി തിരിച്ചിങ്ങോട്ടില്ല. അവിടേക്ക് നിന്നെ തേടി ഇതുപോലെ ആരും വരില്ല. നീ എന്തിനിങ്ങനെ കരയുന്നേ? നമ്മളുടെ സ്വർഗരാജ്യത്തേക്ക് പറക്കല്ലേ. അപ്പൊ പിന്നെ നീ സന്തോഷിക്കല്ലേ വേണ്ടേ? എന്നാ നിന്നെ ഹാപ്പി ആക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ പപ്പ, അതായത് എന്റെ അങ്കിൾ,
അങ്ങേർക്ക് ഒരു ആക്സിഡന്റ് പറ്റി. ക്രിറ്റിക്കൽ ആണെന്നാ കേട്ടെ. പറ്റിയതല്ല, ഞാൻ പറ്റിച്ചതാ. ഞാൻ അയാളെ കൊല്ലാൻ നോക്കിയേ. അയാൾ എന്തിനാ നിന്നെ അത്രയും ഉപദ്രവിച്ചേ? എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ നിന്നെ എന്ത് ചെയ്താലും അത് കുഴപ്പമില്ല. പക്ഷെ മറ്റൊരാളെ നിന്റെ പോയി കൈവെക്കുന്ന അതെനിക്കിഷ്ടമല്ല. ദുഷ്ട, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ കണ്ണിച്ചോറിയില്ലാതെ പെരുമാറും തോന്നുന്നത്? അതെ, ഞാൻ കൊലപാതകിയും ദുഷ്ടനും ഒക്കെയാ. ഇതെല്ലാം നിനക്ക് വേണ്ടിട്ടാ. ഇനി എന്റെ അടുത്ത ലക്ഷ്യം ആരാണെന്നറിയാവോ? മിത്സുകി. അവനെയും കൂടെ തീർത്തു കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനാവും. നിന്റെ പപ്പ ഏതാണ്ട് തീരുന്ന മട്ട. എന്തായാലും നിന്റെ കെട്ട് ഞാൻ അഴിച്ചേക്കാം. ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഡ്രസ്സ് എടുത്ത് കുളിച്ചൊരുങ്ങി സുന്ദരനായിട്ടിരിക്കണം. ഞാൻ നിന്റെ പപ്പയെ എന്റെ അങ്കിളിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അല്ലെങ്കിൽ ആൾക്കാർക്ക് ഡൗട്ട് അടിക്കും. അവൻ പറഞ്ഞ പോലെ ഇതിനെല്ലാത്തിനും കാരണം ഞാനാ. ഞാനുള്ളതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പൊ എന്റെ പപ്പയ്ക്കും ഇനി അവൻ പറഞ്ഞ പോലെ മിത്സുവിനെ അവൻ എന്തെങ്കിലും ചെയ്യോ? നിങ്ങളുടെ കൂട്ടത്തില് മൂന്നാമതൊരാളുണ്ടായിരുന്നില്ലേ, അഞ്ചൽ എന്ന് പറഞ്ഞ്? അവൻ എന്തേ? അവനിവിടെ ഒരു കോസ്മെറ്റിക് കമ്പനിയുടെ സിഇഒ. ഞങ്ങളുടെ കൂടെ ലീവ് എടുത്തിട്ടാ അവൻ സ്നോഫോളിൽ വന്നത്. ഇപ്പോ എന്തോ പെൻഡിങ് വർക്ക്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ മിക്കവാറും സമയം കമ്പനിയിൽ തന്നെ. ധ്രുവ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അഞ്ചലും അവനും തമ്മിൽ നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ. പിന്നെ അഞ്ചൽ അവനെ പറ്റി അന്വേഷണം ഒന്നും നടത്തിയില്ലേ? അഞ്ചലിന്റെ ബിഹേവിയറില് ഈയിടെയായിട്ട് സ്ട്രേഞ്ച് ആയിട്ട് എന്തോ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതുപോലെ അങ്കിൾ എന്നെ പൂട്ടിയിട്ടത് അവൻ ഓഫീസ് വർക്ക് ചെയ്യുന്ന റൂമിലാ. അവിടുന്ന് എനിക്ക് 2-3 ഡയറി കിട്ടി. അതിലൊക്കെ പല സമയങ്ങളിലായിട്ട് എടുത്ത ധ്രുവിന്റെ ഫോട്ടോസാ. പക്ഷെ അതൊന്നും ആന്റിയോ അങ്കിളോ ചെയ്യിപ്പിച്ച ഫോട്ടോ ആൽബം ആയിരുന്നില്ല. എന്നിട്ട് ഇത്രയും നേരം നീ എന്താ ഞങ്ങളോട് പറയാതിരുന്നത്? ടെൽ മീ സംതിങ് മോർ അബൌട്ട് ഹിം. പറയാം. കുഞ്ഞിലെ തന്നെ അഞ്ചലിന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ആ സമയത്ത് അവന്റെ കൂടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ധ്രുവ. അതുകൊണ്ട് തന്നെ അവന് ധ്രുവനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്, എന്നെക്കാട്ടിലും കൂടുതൽ. ഞങ്ങൾ 3 പേരും നല്ല കൂട്ടാ. ഞങ്ങൾ ഒരുമിച്ച് കിടക്കൂ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കൂ. എസ്പെഷ്യലി അഞ്ചല് ധ്രുവിന്റെ കൂടെ കിടക്കത്തുള്ളൂ, അവന്റെ കൂടെ ഭക്ഷണം കഴിക്കൂ. എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ അവൻ കാണും. ഈ സിഇഒ പോസ്റ്റ് കിട്ടിയിട്ടും അവൻ ഏത് സമയം ഞങ്ങളുടെ കൂടെ നടപ്പ്. ആൻഡ് ഹിയേഴ്സ് ദ ആൻസർ. അപ്പോ ഇതിന്റെ എല്ലാം പിന്നില് അഞ്ചല് തന്നെ. നിങ്ങൾ ആരും പേടിക്കണ്ട. വിതിൻ 2 hours ഞാൻ അവരെ പൊക്കിയിരിക്കും. നിങ്ങൾ എന്തായി പറഞ്ഞു തരുന്നേ? അഞ്ചൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. അവനിപ്പോ ധ്രുവിനെ കടത്തിക്കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? അനാവശ്യം പറയരുത്. നീ ചൂടാവാതെ. എന്റെ ധ്രുവിനെ കാണാനില്ല എന്നറിഞ്ഞ നിമിഷം തന്നെ സുസ്കി എല്ലാരെ കുറിച്ചും അന്വേഷണം നടത്തിയിരുന്നു. അപ്പോ ഞങ്ങക്ക് സസ്പീഷ്യസ് ആയിട്ട് തോന്നിയത് അഞ്ചല. ഇതാണ് ലൊക്കേഷൻ. ഇവിടെ ധ്രുവ് കാണും. എന്റെ ധ്രുവിനെ ഒന്ന് എനിക്ക് കിട്ടിക്കോട്ടെ. അത് കഴിഞ്ഞ് അവനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്റെ ദൈവമേ, ധ്രുവിനൊന്നും പറ്റി കാണല്ലേ. ഇതിന്റെ പിന്നില് അഞ്ചലായിരിക്കില്ലേ? ധ്രുവ്, ഇല്ല, ഇത് സത്യമല്ല. ധ്രുവ് കണ്ണ് തുറന്ന് നോക്കടാ. എടാ ആരെ വന്നിരിക്കുന്നു നോക്ക്. നിന്റെ കാട്ടുപൊത്ത് വന്നിരിക്കുന്നടാ. മിക്സു വിളിക്കുന്നേ. ധ്രുവ്, എടാ സുസ്കി എന്തായത്? ധ്രുവിനോടൊന്ന് എഴുന്നേക്കാൻ പറ. അവൻ ബ്രീത്ത് ഉണ്ട്. എത്രയും വേഗം അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. വാ. ധ്രുവ്, എടാ അവ കണ്ണു തുറന്നു. ധ്രുവ്, 2 മിനിറ്റ്, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ എത്തും. നമ്മൾ രക്ഷപ്പെടും. നിന്നെ ഞാൻ രക്ഷിക്കും. 2 മിനിറ്റ് കൂടെ നീ വെയിറ്റ്. വേദന ഉണ്ടോ നിനക്ക്? നിന്നെ എന്നെ ഒരിക്കലും കാണാൻ പറ്റത്തില്ലെന്നാടാ ഞാൻ വിചാരിച്ചത്. കണ്ടല്ലോ,
എനിക്ക് വയ്യടാ. എന്റെ ശരീരം മുഴുവൻ മുറിഞ്ഞു പോകുന്ന പോലെ വേദന. എനിക്ക് സഹിക്കാൻ വയ്യ. ആശുപത്രി വരെ ഒന്നും എത്തും തോന്നില്ലടാ. ഞാൻ മരിച്ചു പോകും. എടാ, നീ ഇങ്ങനൊന്നും പറയല്ലടാ. നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പൊ എത്തും. ശാന്ത, എനിക്ക് ഇനി നിന്നെ അങ്ങനെ വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ലടാ. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമല്ല കേട്ടോ. എന്തിനാണ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്? നിനക്ക് എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോണെന്നാണോ? ഞാൻ ജീവനോടുള്ളതുകൊണ്ടല്ലേ അവൻ എന്റെ വേണ്ടപ്പെട്ടവരെയൊക്കെ കൊല്ലുന്ന. അവൻ നിന്നെ കൊല്ലുന്നു പറഞ്ഞു. ഒരു കാര്യം എനിക്ക് കേട്ടാ മതി. നിനക്കെന്നെ ഇഷ്ടമാണോ? അത് കേൾക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇത്രയും സഹിച്ചേ. ഒന്ന് പറ. എനിക്ക് നിന്നെ ധ്രുവ് എടാ, ഇല്ല ധ്രുവ് എനിക്ക് നിന്നെ ഇഷ്ടമാടാ ധ്രുവ്. നോക്ക്, എനിക്ക് നിന്നെ ഇഷ്ടമാ ധ്രുവ്. നോക്കടാ. I love you. I love you so much. I love you. I love you. ഒന്ന് നോക്കടാ. നോക്ക്, എന്നെ ഒന്ന് ശാന്തെന്ന് വിളിക്ക്. ഞാനിനി നിന്നെ ശാന്തെന്ന് വിളിക്കുമ്പോഴേ ഞാൻ വഴക്കു അറിയില്ല. നോക്കടാ. എപ്പോഴും നമ്മൾ ഒരുമിച്ചായിരുന്നില്ലേ? നോക്ക്, നിന്റെ മിക്സ് വന്നിട്ടുണ്ട്. കണ്ണു തുറക്ക് ധ്രുവ്. കഷ്ടമുണ്ടടാ. നോക്ക് ധ്രുവ്. മോനെ, എന്റെ മോനെ, കണ്ണു തുറന്ന് നോക്കടാ. എടാ, അമ്മ വന്ന് നിക്കുന്നടാ. എന്റെ മോനെ ഒന്ന് നോക്ക്. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടോ? എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു വിധി തരുന്ന ഈശ്വരാ? എന്റെ മോനെ ഒന്ന് നോക്കടാ. എനിക്കിനി ആരുണ്ട്? എന്റെ ഭഗവാനെ, ഞാൻ തന്നുപെറ്റ എന്റെ കുഞ്ഞിന്റെ കിടപ്പ് കണ്ടോ? ഞാനിത് ഏത് സഹിയോ എന്റെ ഭഗവാനെ? അമ്മ എന്തിനാ കരയുന്നേ? ഇത് സന്തോഷിക്കേണ്ട ദിവസം ഇല്ലയോ? അയ്യോ, വിളിച്ചവരെല്ലാരും കല്യാണത്തിന് വന്നോ? അപ്പൊ ആർക്കും ഇവിടെ ഇതൊരു പ്രശ്നമല്ലേ? ശേടാ, ഇവനെന്തിനാ ഇവിടെ കിടന്നുറങ്ങുന്നേ? എടാ ധ്രുവ്, എഴുന്നേറ്റേ. നീ ഇവിടെ കിടന്നുറങ്ങുന്നേ? എന്റെ ആൾക്കാരെല്ലാം വന്നിക്കുന്നത്. നമ്മുടെ കല്യാണമല്ലേ, ഒരുങ്ങണ്ടേ? ശേ, ഈ ചെറുക്കൻ എന്താ വിളിച്ചിട്ട് എഴുന്നേക്കാത്തെ? അതോ നിങ്ങൾ ഇനി ഇവനൊരു ഉറക്കുകൂടിയും കലക്കി കൊടുത്തോ? സുസ്കി, എന്താണ് ഇങ്ങനെ? ഇവനെ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ലല്ലോ. മിക്സു, എടാ, ആദ്യം സ്റ്റേജിൽ പോയി നിൽക്കേണ്ട നീയല്ലേ? നീ തന്നെ ഇങ്ങനെ ഒരുങ്ങാൻ നിന്നാ എങ്ങനാ? നീ ഒരുങ്ങി വരുമ്പോഴത്തേക്കും അവന് റെഡിയാവും. വാ. ശേ, ഞാനൊരു മണ്ടനായി പോയല്ലോ. ശരിയാ. എടാ ശാന്തെ, പിന്നെ അവന് വൈറ്റ് ഡ്രസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അവന് നല്ല ഭംഗിയാ. വാ സുസ്കി, പോവാം. എനിക്ക് ബ്ലാക്ക് മതിയേ. സുസ്കി, കൊല്ലണോ അവനെ? ഇതിനെല്ലാം കാരണം അവനാ. അവനെ കണ്ടെത്തിയല്ലോ. പെട്ടെന്നൊന്നും കൊല്ലരുത്. ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം. എന്റെ ധ്രുവിന് വേണ്ടി. അവൻ ജീവനിലേറെ സ്നേഹിച്ചവന്റെ മിത്സുവിന് വേണ്ടി. അവന്റെ ശവം പോലും ഒരു നായ്ക്കളും തിന്നരുത്. അറപ്പ് തോന്നാൻ അവർക്കും. ദ്രുപദിന് ബ്ലഡ് ക്ലോട്ട് ആവാത്ത അസുഖമുണ്ട്. അതായത് ഇപ്പോ നമ്മളുടെയൊക്കെ കയ്യിൽ ചെറിയൊരു മുറിവ് വന്നാൽ കുറച്ച് രക്തം പോയി പെട്ടെന്ന് തുടങ്ങും. പക്ഷെ ദ്രുപദിന്റെ കേസിൽ അത് അങ്ങനല്ല. ഒരുപാട് ബ്ലഡ് പോവുകയും ചെയ്യും. മുറിവ് ഉണങ്ങാൻ കുറച്ച് പാടാണ്. സൂയിസൈഡ് ചെയ്യുന്ന സമയത്ത് വെയിൻസ് ഡീപ്പായിട്ട് കട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോ നിൽക്കാത്തതും മരണത്തിന് കാരണമാണ്. ദ്രുപദ മരിച്ചുപോയി എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതും ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ. ഇത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കേസാണ്. പിന്നെ നിങ്ങളെ ഒന്നും എതിർക്കാനുള്ള സ്വാധീനം എനിക്കില്ല. അതുകൊണ്ട് ഞാനിപ്പോ ഇത് വലിയ ഇഷ്യൂ ആക്കുന്നില്ല. എനിക്കിപ്പോ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരാളെയല്ല ഡോക്ടർ, 2 പേരെയാ. ഒരാളുടെ ജീവനും
ഒരാളുടെ ജീവിതവും. ധ്രുപദ് അങ്ങനെ സൂയിസൈഡ് ചെയ്യുന്ന ക്യാരക്ടർ അല്ല. അവന്റെ വീട്ടിൽ നിന്ന് അവൻ എത്രത്തോളം സഫർ ചെയ്തിട്ടും അവൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ അവൻ കാരണം മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെടാന്ന് പറഞ്ഞത് അതവന് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ സൂയിസൈഡ് ചെയ്തേ. ധ്രുപദ് ഇങ്ങനെ ഒരു കണികയെ ചെയ്യാൻ ഇത് മാത്രമാണ് കാരണം എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ധ്രുപദിനെ കാണാതായിട്ട് 5ാമത്തെ ദിവസമാണ് നിങ്ങൾ അവനെ കണ്ടുപിടിക്കുന്നത്. അതിന്റെ തലേ ദിവസം ഐ എം സോറി ടു സേ ഹി വാസ് റേപ്ഡ്. ഡോക്ടർ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? വിശ്വസിക്കാൻ ഒരല്പം പാടാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇതാണ് സത്യം. ധ്രുപദിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് അവൻ ധരിച്ചിരുന്നത് ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സാ. അതുകൊണ്ട് അവന്റെ ദേഹത്തെ പാടൊന്നും നിങ്ങൾ കാണാതിരുന്നെ. പക്ഷെ ഞാനത് കണ്ടപ്പോ എനിക്ക് സംശയം തോന്നി. ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്തപ്പോഴാ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. നമ്മൾ ഈ അനസ്തേഷ്യ കൊടുക്കുന്ന പോലെ അവനെ ഒരു ചെറിയ മയക്കത്തിൽ എത്തിക്കാൻ വേണ്ടി എന്തോ മെഡിസിൻ ഇൻജെക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 4-5 ദിവസമായിട്ട് പ്രോപ്പറായിട്ട് ഫുഡും കിട്ടിയിട്ടില്ല. രക്തം ക്ലോട്ട് ആവാനുള്ള മെഡിസിന് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ബോഡി നല്ല വീക്കായിരുന്നു. അതുകൊണ്ടാണ് ധ്രുപദിനെ എതിർക്കാൻ പറ്റാതെ പോയത്. പക്ഷെ അത് ചെയ്ത ആള് അവനോട് വളരെ റഫായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അവന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടിരിക്കുന്ന മുറിവുകളിൽ നിന്ന് രക്തം പോവാതിരിക്കാൻ ഡോക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ എന്തോ മെഡിക്കേഷനും അവന്റെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ട്. അതാ മറ്റു മുറിവുകളിൽ നിന്ന് രക്തമൊന്നും പോവാത്തത്. പിന്നെ ധ്രുപദ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അത് അവന്റെ ശരീരം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ എന്റെ ഒരു കാഴ്ചപ്പാടില് ഒരാണിനായാലും പെണ്ണിനായാലും അവരുടെ കൺസെന്റ് ഇല്ലാതെ എനിക്ക് സംഭവിച്ച അത് റേപ്പ് തന്നെയാണ്. ഡോക്ടർ, നിങ്ങൾ ഒരു റിപ്പോർട്ടും കൂടി എഴുതേണ്ടി വരും. അത് പക്ഷെ ധ്രുപദിന്റെതായിരിക്കില്ല, ഇത് ചെയ്തവന്റേതായിരിക്കും. ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട മരണത്തിന്റെ റിപ്പോർട്ട്. നമസ്കാരം, ന്യൂസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാടിനെ തന്നെ വിറപ്പിക്കുന്ന ഒരു കൊലപാതകത്തിലൂടെയാണ് ഇന്നത്തെ ദിവസം തന്നെ ഉണർന്നത്. അപ്പോൾ ദാൻ ചേരുന്നു. ദാൻ, എന്താണ് ശരിക്കും സംഭവിച്ചത്? ആൻമരിയ, വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകത്തിന് സാക്ഷിയായിക്കൊണ്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയിരിക്കുന്നത്. കുളത്തിങ്കര പാലത്തിന് കീഴില് ചാക്കിൽ കെട്ടിത്തൂക്കിയ നിലയിൽ ഒരു ബോഡി കണ്ടെത്തുകയായിരുന്നു ചെയ്തത്. മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികളാണ് ഇത് കണ്ടെത്തിയത്. അതുപോലെ തന്നെ വളരെ പൈശാചികമായിട്ടുള്ള രീതിയിൽ തന്നെ കൊലപാതകത്തിന് വിധേയമായിട്ടുള്ള ഒരു ബോഡിയാണത്. ഒരു മനുഷ്യനാണത് ചെയ്തതെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തില് ഒരു ബോഡി എന്ന് പറയുന്നത് ശരിക്കും ഒരു മനുഷ്യന്റെ രൂപം പോലും അതിനില്ല. ആസിഡിൽ മുക്കിയെടുത്തതുപോലെ കണ്ണുകൾ ചൂടിനെടുത്തും പ്രൈവറ്റ് പാർട്ട് പോലെ റിമൂവ് ചെയ്ത തരത്തിലുള്ള ഒരു എന്താണെന്ന് നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു മനുഷ്യ ശരീരം ഉണ്ടായിരുന്നത്. ഇപ്പൊ പ്രാഥമിക നിഗമനങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ഒരു തെളിവുകളും അവശേഷിപ്പിച്ചിട്ടില്ല. ഈ കൊലപാതകം നടന്നു എന്നതിനെ സംബന്ധിച്ച് യാതൊരുവിധ തെളിവുകളും കിട്ടിയിട്ടില്ല എന്നുള്ളതും കൂടി വളരെ ഇതിൽ ഈ കേസിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. അപ്പൊ എന്താണെന്നുള്ളത് നമുക്കിനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ അൻവരെ, താങ്ക് യു. ഇപ്പോഴാണ് എന്റെ ധ്രുവിന്റെ ആത്മാവിനൊരു ശാന്തി കിട്ടിയത്. നന്നായി. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് സിസ്കി. 43, 44, 45. ഇതിപ്പോ 45 ഡേ ആയല്ലോ. നീ അല്ലേ പറഞ്ഞേ 45 ദിവസം കഴിഞ്ഞാ എന്റെ ധ്രുവ് വരുന്നു. എന്നിട്ട് അവൻ വന്നില്ലല്ലോ. അത് നീ എണ്ണിയത് തെറ്റായതുകൊണ്ടാ. നീ ഒന്നുകൂടെ എണ്ണി നോക്കിക്കേ. എന്നാ പിന്നെ അമ്മ ഞങ്ങൾ ഇറങ്ങാം. ശാന്തേ, നീ വിഷമിക്കരുത്. നീ ധ്രുവിന്റെ നല്ലത് ഓർത്തിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ അതിനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇനിയിപ്പൊ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ധ്രുവ് 1000 വട്ടം നിന്നോടത് ക്ഷമിച്ച് കാണും. പിന്നെ നിനക്കും ആരുമില്ലെന്നുള്ള തോന്നലൊന്നും വേണ്ട. മോനെ, നീ ഇപ്പൊ എന്നെ അമ്മേനെ വിളിച്ചില്ലേ? എനിക്കിപ്പോ 2 മക്കളും കൂടി ഉണ്ട്. നിങ്ങൾ 2 ആളും. എന്നാലും എന്റെ ഭർത്താവ് ചെയ്ത തെറ്റിനുള്ള പ്രായച്ചിത്തമായിട്ട് ഒരു മോനെ നഷ്ടപ്പെട്ട അമ്മയുടെ അപേക്ഷയായിട്ട് കണ്ടാ മതി. മിത്സുവിനെ എനിക്ക് തരുമോ? ഞാൻ നോക്കിക്കോളാടെ അവനെ. എന്റെ സ്വന്തം കുഞ്ഞായിട്ട് നോക്കിക്കോളാം. ഇവനിപ്പോ സ്വബോധം ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ മറ്റുള്ളവരെ പോലെ ഇവൻ അമ്മയെ ഉപദ്രവിക്കില്ല, അതെനിക്കുറപ്പാ. കൊണ്ടുപോയി വളർത്തമ്മ സ്വന്തം മോനായിട്ട്.